ഓക്കെ. തേർഡ് മൊഡ്യൂളാണ് തുടങ്ങാൻ പോകുന്നത്. തേർഡ് മൊഡ്യൂളിനകത്ത് ഫസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ഡിഫറൻസിയേഷൻ ഓഫ് യൂണിവേരിയഡ് ഫംഗ്ഷനാണ്. യൂണിവേരിയഡ് എന്ന ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ എന്താ, ഒറ്റ വേരിയബിളുള്ള ഫംഗ്ഷനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്ന. നമ്മൾ സാധാരണ രീതിയിൽ നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ അറിയാമല്ലോ, പക്ഷേ ഇതെന്ന് പറയുന്നത് നമ്മൾ ലിമിറ്റ് വെച്ചിട്ട് എങ്ങനെ ഡിഫറൻഷിയേറ്റ് ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ ഡിഫറൻസിയേഷൻ ഓഫ് യൂണിവേരിയഡ് ഫംഗ്ഷൻസിൻ്റെ ക്വസ്റ്റ്യൻസ് വന്ന് നമ്മൾ ലിമിറ്റ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. പക്ഷെ നമുക്ക് അതിൻ്റെ ഉത്തരം ഓൾറെഡി അറിയായിരിക്കും. ഇപ്പം 5x ഡെറിവേറ്റീവ് എടുക്കാൻ പറഞ്ഞാൽ എന്താ, 5 ആണല്ലോ, നമുക്കറിയാം. അപ്പോൾ ആ ഉത്തരം കിട്ടണം. പക്ഷേ നമ്മൾ ലിമിറ്റ് വെച്ചിട്ടേ ചെയ്യാൻ പാടുള്ളൂ. അപ്പം അതിനുള്ള ഇക്വേഷൻ ആണ് പറഞ്ഞിരിക്കുന്നത്. f(x) എന്ന് പറയുന്നൊരു ഫംഗ്ഷൻ തന്നിട്ടുണ്ടെങ്കിൽ f'(x) അതായത് df/dx എന്ന് പറയുന്നത് ലിമിറ്റ് h ടെൻസ് ടു 0 f(h + h മൈനസ് f(x) ഡിവൈഡഡ് ബൈ h ആ ഇക്വേഷൻ. f(x) എന്ന് പറയുന്നൊരു ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ f'(x) എന്ന് പറയുന്നത് f(x)ൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് ലിമിറ്റ് h ടെൻസ് ടു 0 f(h + h മൈനസ് f(x) ഡിവൈഡഡ് ബൈ h ആ. ഇനി ഈ ക്വസ്റ്റ്യൻ പറയാം. ഒരു ഫംഗ്ഷൻ ഉണ്ട് 5h + 4 എന്ന് പറയുന്നൊരു ഫംഗ്ഷൻ ഉണ്ട്. ആ ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് ഓൾറെഡി കാണുമ്പോഴേ അറിയാം 5h + 4ൻ്റെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ എങ്ങനെ, 5hനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ 5ഉം 4നെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ കോൺസ്റ്റൻ്റ് 0യും വരും. അപ്പോൾ 5 + 0 എന്ത് വരും, 5 വരും. അപ്പോൾ പക്ഷെ നമുക്കതങ്ങനെ ഡയറക്റ്റ് എഴുതാനൊക്കത്തില്ല. പകരം നമ്മളെങ്ങനെ ഗീവൺ f(x) = 5h + 4 ആദ്യം തന്നിരിക്കുന്ന ഫംഗ്ഷൻ എഴുതി. പിന്നെന്തോ ഉള്ളത് നമ്മുടെ ഇക്വേഷൻ എന്തോ, ലിമിറ്റ് h ടെൻസ് ടു 0 f(s + h മൈനസ് f(x) ഡിവൈഡഡ് ബൈ h. അപ്പോൾ നമുക്കിനി എന്തുകൂടെ വേണം, f(h + h) വേണം. f(h + h) കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമുക്ക് ആ ഒരു ഇക്വേഷനകത്ത് അല്ലെങ്കിൽ ആ തന്നിരിക്കുന്ന ഗീവൺ ഫംഗ്ഷനകത്ത് എക്സിൻ്റെ സ്ഥാനത്ത് h + h ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ 5 × hൻ്റെ സ്ഥാനത്ത് എന്തിട്ട് കൊടുക്കുക, h + h + 4. 5 അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 5h + 5h + 4 വരും. ഇനിയും f'(x) ഇക്വേഷൻ എഴുതാം. ലിമിറ്റ് h ടെൻസ് ടു 0 f(h + h മൈനസ് f(h) ഡിവൈഡഡ് ബൈ h. ലിമിറ്റ് h ടെൻസ് ടു 0 f(h + h) f(h)ഉം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. 5h + 5h + 4 മൈനസ് 5h + 4 ഡിവൈഡഡ് ബൈ h. ഇതിനകത്തുനിന്ന് എന്തൊക്കെ ക്യാൻസൽ ആയി പോകും, 5hഉം മൈനസ് 5h ക്യാൻസൽ ആയി പോകും, 4ഉം മൈനസ് 4ഉം ക്യാൻസൽ ആയി പോകും. ബാക്കി വരുന്ന 5h/h ആ. ക്യാൻസൽ ചെയ്യാൻ എന്തെങ്കിലും h ഉണ്ടെങ്കിൽ ക്യാൻസൽ ചെയ്ത് കളയുക. അപ്പോൾ 2hഉം പോയി. ബാക്കി ലിമിറ്റ് h ടെൻസ് ടു 0 5 എന്ന് പറയുന്നത് എന്തല്ല, 5 തന്നെയാണ്. ഒരു കോൺസ്റ്റന്റിന്റെ ലിമിറ്റ് എന്ന് പറയുന്നത് ആ കോൺസ്റ്റന്റ് തന്നെയായിരിക്കും. അപ്പോൾ ലിമിറ്റ് h ടെൻസ് ടു 0 5 എന്ന് പറയുന്നത് എന്താ, 5 തന്നെയാണ്. അപ്പം കിട്ടിയല്ലോ 5 ഡെറിവേറ്റീവ്. അപ്പോൾ നമ്മുടെ ആൻസർ കറക്റ്റ് ആണോ നോക്കാം. സാധാരണ രീതിയിൽ ഡെറിവേറ്റീവ് ഓർത്ത് നോക്കിയാൽ മതി. 5h + 4 എന്തോ 5 അങ്ങനെ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഇഫ് f(x) = h² ആണെങ്കിലുള്ള ഡെറിവേറ്റീവ്. അത് എല്ലാം ഇങ്ങനെ തന്നെയാണ്, ഞാൻ പറഞ്ഞു പോവാം. f(x) എന്ന് പറയുമ്പോൾ h². അപ്പോൾ f(h + h) എന്ന് പറയുമ്പോൾ hൻ്റെ സ്ഥാനത്ത് എന്ത് ഇട്ട് കൊടുക്കുക, h + h ഇട്ട് കൊടുക്കുക. അപ്പോൾ h + h the whole square. പിന്നെ ഇക്വേഷനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ലിമിറ്റ് h ടെൻസ് ടു 0 h + h the whole square-നെ നമ്മൾ a + b the whole square വെച്ചിട്ട് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എങ്ങനെ വരും, h² + 2hh + h² മൈനസ് പിന്നെ മറ്റേ എന്താ f(x) എന്താ h². അപ്പോൾ h²ഉം ക്യാൻസൽ പോകും. ബാക്കി വരുന്നത് 2hx + h² ഡിവൈഡഡ് ബൈ h ആ. അപ്പോൾ h എന്താ കോമൺ എടുക്കാമല്ലോ, h ഒരെണ്ണം കോമൺ എടുത്തു. കോമൺ എടുത്ത് കഴിയുമ്പോൾ ഡിനോമിനേറ്ററിൽ h മാക്സിമം കളയാൻ നോക്കണം. അത് കളയാൻ നോക്കണം എന്ന് പറയുന്നത് എന്താ, ഇപ്പം നമ്മളിപ്പം ചെയ്ത് വരുമ്പം ചിലപ്പം ലാസ്റ്റിൽ വരുമ്പം നമ്മൾ hന് വാല്യൂ ഇട്ട് കൊടുക്കും. h ടെൻസ് ടു 0 അല്ലേ. അപ്പം ഫൈനലി എന്താ നമ്മൾ hൻ്റെ വാല്യൂ ചില കേസസിൽ ചിലപ്പം h കട്ട് ചെയ്തങ്ങ് പോകും. പക്ഷെ ചിലപ്പോൾ hന് 0 ഇട്ട് കൊടുക്കേണ്ടി വരും. അപ്പോൾ ഡിനോമിനേറ്ററിൽ h ഉണ്ടെങ്കിൽ അത് നോട്ട് ഡിഫൈൻഡ് ആവും. അപ്പോൾ മാക്സിമം ഡിനോമിനേറ്ററിലുള്ള h എങ്ങനെയും വെട്ടിക്കളയാൻ നോക്കണം. അപ്പം മേളിൽ നിന്ന് h കോമൺ എടുത്ത് കഴിയുമ്പോൾ എങ്ങനെ വരും, 2hx ന്ന് ഒരു h വെളിയിൽ പോകും. അപ്പോൾ ബാക്കി 2h + h² നിന്ന് എന്ത് പോകും, ഒരു h പോകും. അപ്പം h മാത്രമായിട്ട് കിടക്കും. ഡിവൈഡഡ് ബൈ h. അപ്പോൾ ഒരു h ക്യാൻസൽ ആയി പോകും. ബാക്കി വരുന്നത് 2h + h ആ. 2h + h വരും. 2h + h എന്ന് പറയുന്നത് എന്താ, h നമുക്കിനി എന്തിട്ട് കൊടുക്കാം. അപ്പോൾ ലിമിറ്റ് h ടെൻസ് ടു 0 2h + h ആയി. അപ്പോൾ hന് എന്തിട്ട് കൊടുത്താൽ മതി, 0 ഇട്ട് കൊടുക്കുമ്പോൾ എങ്ങനെ വരും, 2h + 0 = 2h വരും. ഇനി അടുത്തതെന്ന് പറയുന്നത് f(h) = 1/h. 1/hൻ്റെ ഡെറിവേറ്റീവ് അറിയാമല്ലോ, -1/h². അതെങ്ങനെ കണ്ടുപിടിക്കുന്നതെന്ന് അറിയാമല്ലോ. 1/h എന്ന് പറയുമ്പോൾ x⁻⁻1. അപ്പോൾ x⁻n ഫോർമുല യൂസ് ചെയ്താൽ മതി. x⁻n
ഡെറിവേറ്റീവ് എന്താ എൻ എച്ച് റേസ് ടു എൻ മൈനസ് വൺ. അപ്പോൾ -1 എച്ച് റേസ് ടു -1 -1 എച്ച് റേസ് ടു -1 അപ്പോൾ നമ്മൾക്ക് എന്ത് വരും -1 എച്ച് റേസ് ടു -2 അതായത് -1/എച്ച് റേസ് ടു -2 താഴോട്ട് പോകുമ്പോൾ എന്താ എച്ച് സ്ക്വയർ. അത് സാധാരണ രീതിയിൽ നമ്മൾ ചെയ്യുന്നത്. ഇനി അത് ലിമിറ്റ് വെച്ചിട്ട് ചെയ്യുമ്പം എഫ് ഓഫ് എച്ച് എടുത്തു. എഫ് ഓഫ് എച്ച് പ്ലസ് എച്ച് എന്താ എച്ചിൻ്റെ സ്ഥാനത്ത് എച്ച് പ്ലസ് എച്ച് കൊടുക്കും. അപ്പം 1/x എന്നുള്ളത് 1/h പ്ലസ് എച്ച് ആവും. പിന്നെ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 1/s പ്ലസ് എച്ച് മൈനസ് 1/h ദ ഹോൾ ഡിവൈഡഡ് ബൈ എച്ച് വരും. ഇതിനകത്ത് മേളിലും എന്തുവാ നമുക്ക് മേളിൽ എൽ സി എം എടുക്കാമല്ലോ. എൽ സി എം എങ്ങനെ എടുക്കുന്നത് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഇങ്ങനെ വേരിയബിൾസ് ആണെങ്കിൽ എന്ത് ചെയ്യുക ഡിനോമിനേറ്ററിൽ അത് മൾട്ടിപ്ലൈ ചെയ്യുക. അതായത് എച്ച് പ്ലസ് എച്ച് ഇൻറ്റു എക്സ് മേൾ എന്ത് ചെയ്യുക ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. അതായത് ഇപ്പം ഈ ഒരു 1/h പ്ലസ് എച്ച് മൈനസ് 1/hൻ്റെ കേസ് താഴെ ഒരു എച്ച് കിടപ്പുണ്ട് അതവിടെ കിടക്കട്ടെ. ഈ എച്ച് പ്ലസ് എച്ചിനെ എന്താ റൈറ്റിലോട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അതായത് മൈനസ് കഴിഞ്ഞിട്ട് അങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പം ഈ എച്ചിനെ ലെഫ്റ്റിലോട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അതായത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. ഇവിടെ എച്ചിനെ മുകളിലോട്ട് മൾട്ടിപ്ലൈ ലെഫ്റ്റിൽ അതായത് ആദ്യത്തേൻ്റെ ന്യൂമറേറ്ററിലോട്ട് എച്ചിനെ മൾട്ടിപ്ലൈ ചെയ്യണം. രണ്ടാമത്തേൻ്റെ ന്യൂമറേറ്ററിലോട്ട് എച്ച് പ്ലസ് എച്ചിനെ മൾട്ടിപ്ലൈ ചെയ്യണം. ഡിവൈഡഡ് ബൈ എച്ച് ഇൻറ്റു എച്ച് പ്ലസ് എച്ച് രണ്ടിൻ്റെ ഡിനോമിനേറ്റർ മൾട്ടിപ്ലൈ ചെയ്ത് താഴെ എഴുതിയാൽ മതി. പിന്നെ ഡിവൈഡഡ് ബൈ എച്ച്. പിന്നെ നമ്മളാണെങ്കിൽ എച്ച് മൈനസ് എക്സ് പ്ലസ് എച്ച് അല്ലേ എച്ച് മൈനസ് എച്ച് പ്ലസ് എച്ച് ബ്രാക്കറ്റ് ഉള്ളതുകൊണ്ട് മൈനസ് അകത്തോട്ട് എടുക്കുമ്പോൾ എച്ച് മൈനസ് എക്സ് മൈനസ് എച്ച് ഡിവൈഡഡ് ബൈ എച്ച് ഇൻറ്റു എച്ച് പ്ലസ് എച്ച്. താഴെ ഒരു എച്ച് കിടപ്പുണ്ട് അതിനെ നമ്മൾ മേളിലോട്ട് എടുക്കുമ്പോൾ എന്ത് വരും h/1 എന്നുള്ളത് 1/h വരും. എന്നിട്ട് നമ്മളാണെങ്കിൽ എച്ച് മൈനസ് എക്സ് ക്യാൻസലായി പോയി. പിന്നെ ഒരു മൈനസ് എച്ചും താഴെ ഒരു എച്ചും ഉണ്ട്. അപ്പോൾ എച്ചും എച്ചും ക്യാൻസലായി പോവും. ബാക്കി എന്ത് വരും -1/h ഇൻറ്റു എച്ച് പ്ലസ് എച്ച്. പിന്നെ അത് കഴിയുമ്പോൾ എന്താ എച്ചിന് 0 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ മതി. അങ്ങനെ സെപ്പറേറ്റ് ലിമിറ്റ് എടുക്കണ്ട. അവിടെ വെച്ച് തന്നെ നമുക്ക് 0 ഇട്ടും കൊടുക്കാം. എച്ചിന് 0 ഇട്ട് കൊടുക്കുമ്പോൾ എന്ത് വരും എച്ച് പ്ലസ് 0 വരും. എച്ച് ഇൻറ്റു എച്ച് എന്ത് വരും എച്ച് സ്ക്വയർ വരും. അപ്പോൾ -1/h². അല്ലെങ്കിൽ അങ്ങനെ സെപ്പറേറ്റ് ലിമിറ്റ് ആയിട്ട് എടുത്തു കൊടുക്കാം. ഇനി അടുത്തതെന്ന് പറയുന്നത് ഇതൊക്കെയെന്ന് പറയുന്നത് ഏകദേശം സിമിലർ അല്ലേ ഇത് മൂന്നും. ഇനി എച്ച് റൈസ് ടെന്നിൻ്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാൻ പറയുമ്പം നമ്മൾ യൂസ് എച്ച് പ്ലസ് എച്ച്. അപ്പോൾ എഫ് ഓഫ് എച്ച് എന്ന് പറയുന്നത് എന്താ ഇവിടെ എച്ച് റൈസ് ടെൻ. അപ്പോൾ എഫ് ഓഫ് എച്ച് പ്ലസ് എച്ച് എടുക്കുമ്പോൾ എന്തോ വരുന്നത് എച്ച് പ്ലസ് എച്ച് ഹോൾ റൈസ് ടെൻ. അതെന്തുവാ നമുക്ക് സാധാ രീതിയിൽ എക്സ്പാൻഡ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ യൂസ് ചെയ്യുന്ന ബൈനോമിയൽ തിയറാ. അപ്പോൾ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞിട്ട് ബൈനോമിയൽ തിയറം എന്തുവാ എച്ച് പ്ലസ് എച്ച് ദ ഹോൾ റൈസ് ടെൻ എങ്ങനെ എഴുതാം NC0 എച്ച് റൈസ് ടെൻ H0 NC1 എച്ച് റൈസ് ടെൻ -1 H1 അങ്ങനെ അങ്ങ് എഴുതി പോകാം. പിന്നെ ഫൈനൽ ടേം എന്തുവാ NCn എച്ച് റൈസ് ടു 0 എച്ച് റൈസ് ടെൻ മൈനസ് നമ്മുടെ എഫ് ഓഫ് എച്ച് എന്തോ എച്ച് റൈസ് ടെൻ ഓൾ ഡിവൈഡഡ് ബൈ എച്ച്. ഇനി നമുക്ക് ഫസ്റ്റ് ടേം നോക്കിക്കുക. അതിൻ്റെ ഫസ്റ്റ് ടേം നോക്കുമ്പോൾ NC0 എച്ച് റൈസ് ടെൻ എച്ച് റൈസ് ടു 0 NC0 എന്ന് പറയുന്നത് എന്താ 1 എച്ച് റൈസ് ടു 0 എന്താ 1. അപ്പോൾ ഫസ്റ്റ് ടേം എന്താ എച്ച് റൈസ് ടെൻ. ബാക്കി അതേപോലെ തന്നെ. അപ്പോൾ ഒരു എച്ച് റൈസ് ടെൻ എഫ് ഓഫ് എച്ച് എന്തുവാ എച്ച് റൈസ് ടെൻ തന്നെയാണ്. അപ്പോൾ എച്ച് റൈസ് ടെന്നും മൈനസ് എച്ച് റൈസ് ടെന്നും വരും. അത് രണ്ട് ക്യാൻസൽ ആയി പോകും. ബാക്കി ഇനി എന്തോ ചെയ്യുന്നതെന്ന് വെച്ചാൽ NC1 എന്തുവാ സെക്കൻഡ് ടേം നോക്കുമ്പം NC1 എന്തുവാ NC1 എന്ന് പറയുന്നത് ഏതാടാ എടാ ബൈനോമിയൽ തിയറം ഇവിടെ യൂസ് ചെയ്യേണ്ടി വന്നതെന്ന് വെച്ചാൽ നമുക്ക് എഫ് ഓഫ് എക്സ് ഓൾറെഡി ഇല്ലേ. എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ എന്താ എച്ച് റൈസ് ടെൻ. എച്ച് റൈസ് ടെന്നിൻ്റെ ഡെറിവേറ്റീവാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പം നമ്മളാണെങ്കിൽ ഇക്വേഷൻ അനുസരിച്ച് എന്തുകൂടെ എടുക്കണം എഫ് ഓഫ് എച്ച് പ്ലസ് എച്ച് കൂടെ എടുക്കണം. അപ്പോൾ എക്സിൻ്റെ സ്ഥാനത്ത് എച്ച് പ്ലസ് എച്ച് ഇട്ട് കൊടുക്കുമ്പോൾ എന്താ എച്ച് പ്ലസ് എച്ച് ദ ഹോൾ റൈസ് ടെൻ. അതിനെ നമുക്ക് ചുമ്മാതെ എക്സ്പാൻഡ് ചെയ്യാനൊക്കത്തില്ലല്ലോ. അത് എക്സ്പാൻഡ് ചെയ്യാനുള്ള ആകെ വഴി എന്ന് പറയുന്നത് ബൈനോമിയൽ തിയറം. അപ്പോൾ നമ്മൾ ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 എഫ് ഓഫ് എച്ച് പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് എച്ച് ഡിവൈഡഡ് ബൈ എച്ച്. ആ എഫ് ഓഫ് എച്ച് പ്ലസ് എച്ചിൻ്റെ അവിടെ എന്ത് വരും എച്ച് പ്ലസ് എച്ച് ദ ഹോൾ റൈസ് ടെൻ മൈനസ് എച്ച് റൈസ് ടെൻ ഡിവൈഡഡ് ബൈ എച്ച്. ഇനി ഈ എച്ച് പ്ലസ് എച്ച് ദ ഹോൾ റൈസ് ടെന്നിനെ എക്സ്പാൻഡ് ചെയ്യുന്നതാണ് പറയുന്നത്. എക്സ്പാൻഡ് ചെയ്യുന്നതിൻ്റെ ഇക്വേഷൻ എന്താ ബൈനോമിയൽ തിയറത്തിൻ്റെ ജനറൽ ആയിട്ടുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താ NC0 എച്ച് റൈസ് ടെൻ എച്ച് റൈസ് ടു 0. അതായത് തുടങ്ങുമ്പോൾ NC0 എച്ച് റൈസ് ടെൻ എച്ച് റൈസ് 0 പിന്നെ അങ്ങ് കൂട്ടി കൊടുക്കുക NC1 എച്ച് റൈസ് എച്ച് കുറഞ്ഞുകൊണ്ടിരിക്കും. എച്ചിൻ്റെ പവറും കോമ്പിനേഷൻ്റെ ഇതും കൂടിക്കൊണ്ടിരിക്കും. എക്സിൻ്റെ പവർ കുറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ NC1 എച്ച് റൈസ് എച്ചിൻ്റെ പവർ കുറയുന്നു എച്ച് റൈസ് n-1 എച്ച് റൈസ് 1. അപ്പോൾ ഫൈനൽ ടേം എങ്ങനെ ആയിരിക്കും NCn എച്ച് റൈസ് 0. എച്ച് കുറഞ്ഞുകൊണ്ടിരിക്കുക എന്നല്ല പറയുന്നത്. അപ്പോൾ ലാസ്റ്റ് ടേം എച്ച് റൈസ് 0 എച്ച് കൂടിക്കൊണ്ടിരിക്കുക. സോ എച്ച് എവിടെ വരെയാണ് മാക്സിമം പോകാൻ പറ്റിയത് n വരെയാണ്. അങ്ങനെ ഓർത്ത് ആ ഒരു ഇക്വേഷൻ അത് കാണാൻ പഠിക്കണ്ട ബൈനോമിയൽ തിയറത്തിൻ്റെ. ഇനി മൈനസ് പിന്നെ എഫ് ഓഫ് എച്ച് എന്തുവാ എച്ച് റൈസ് 10.
ഇനി ഇത് ക്യാൻസൽ ചെയ്യുന്നത്, സിംപ്ലിഫൈ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മുടെ NC0 എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്, അതായത് ബൈനോമിയൽ തിയറത്തിലെ ഫസ്റ്റ് ടേം നോക്കുക. NC0 എന്ന് പറയുന്നത്, അതായത് കോമ്പിനേഷനകത്ത് ഇപ്പോൾ NC6 എന്നാണ് നമ്മുടെ കോമ്പിനേഷൻ എങ്കിൽ 6 ആണെങ്കിൽ എന്താ, അത് എപ്പോഴും 1 ആയിരിക്കും. ഏത് നമ്പർ, അതായത് 2C0, 3C0, 5C0 എന്ത് നമ്പർ കൊടുത്താലും 6ന്റെ സ്ഥാനത്ത് 0 ആയി കിടക്കുന്നെങ്കിൽ അതെന്തായിരിക്കും, 1 ആയിരിക്കും. പിന്നുള്ള ടേം എന്തുവാ, അതിനകത്ത് H⁻n ഉണ്ട്, പിന്നെ H⁻0 ഉണ്ട്. എന്ത് നമ്പർ H⁻0 ആയാലും അതെന്താ, 1 ആ. അപ്പൊ ആദ്യ ടേം എന്തായിട്ട് എഴുതാം, H⁻n ആയിട്ട് എടുക്കാം. ബാക്കി അതേപോലെ തന്നെ. പിന്നെ ഒരു -H⁻n അവിടെ ഉണ്ടല്ലോ, ആ H⁻n -H⁻n കൂടെ ക്യാൻസൽ ആയി പോകും. ഇനിയും നെക്സ്റ്റ് എന്തുവാ ചെയ്യുന്നതെന്ന് വെച്ചാൽ, നെക്സ്റ്റ് ടേം നോക്ക്, NC1 H⁻n−1 H കിടപ്പുണ്ട്. NC1 എന്ന് പറയുന്നത് എന്താ, 2C1 ആയിക്കോട്ടെ, 2C1 എന്തുവാ 2, 3C1 എന്തുവാ 3. അപ്പൊ NC1 എന്തുവാ n. അപ്പം നമ്മളാണെങ്കിൽ n കൊടുത്തു, N⁻n−1 എന്ന് വരും, N⁻n−1 H എന്ന് വരും. ഇനി H അവിടെ നമുക്ക് കോമൺ എടുക്കുക ചെയ്യുന്നത്. H കോമൺ എടുക്കുമ്പോൾ ബാക്കി എന്താ വരുന്നത്, N⁻n−1 പ്ലസ് NC2 H⁻n−2. NC2 H⁻n−2 H² അല്ലേ, ഒരു H കോമൺ എടുക്കുമ്പോൾ എന്ത് വരും, H² നിന്ന് ഒരു H കോമൺ എടുക്കുമ്പോൾ ബാക്കി ഒരു H അവിടെ വരും. അങ്ങനെ 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 കണ്ടിന്യൂഷൻ കൊടുത്തിട്ട് ഫൈനലി ലാസ്റ്റ് ടേം എന്തോ H⁻n ആയിരുന്നു, അതിനകത്തുനിന്ന് ഒരു H കോമൺ എടുക്കുമ്പോൾ എന്താ, ഒരു H കുറഞ്ഞു. അപ്പോൾ H⁻n−1 ഓൾ ഡിവൈഡഡ് ബൈ H. ഈ H കോമൺ എടുക്കുന്ന എന്തിനാ, താഴത്തെ H കളയാനായിട്ട്. അപ്പോൾ രണ്ടും ക്യാൻസൽ ആയി പോയി. ബാക്കി ഇനി എന്താ, ലിമിറ്റ് H⁻0 അല്ലേ, ഇനി H ഉള്ളിടത്തെല്ലാം 0 ഇട്ട് കൊടുക്കുക. നമ്മൾ ഫസ്റ്റ് ടേമിൽ നിന്ന് H കോമൺ എടുത്തുകൊണ്ട് ആ ടേമിൽ മാത്രമേ എന്തില്ലാത്തുള്ളൂ, H ഇല്ലാത്തുള്ളൂ. ബാക്കിയുള്ളതിനകത്തെല്ലാം എന്തുണ്ട്, H ഉണ്ട്. അതായത് സെക്കൻഡ് ടേം തൊട്ട് നോക്കുവാണെങ്കിൽ H തൊട്ട് ലാസ്റ്റ് ടേം H⁻n−1. അപ്പോൾ അതെല്ലാം എന്തായിപ്പോവും, 0 ആയിപ്പോവും. ബാക്കി എന്താ ഉള്ളത്, അതായത് Hനെല്ലാം 0 ഇട്ട് കൊടുത്തു, അപ്പോൾ അതെല്ലാം പോയി. ബാക്കി ഇനി എന്തേ ഉള്ളൂ, N⁻n−1 മാത്രമേ ഉള്ളൂ. അപ്പോൾ ഫൈനൽ ആൻസർ N⁻n−1 കിട്ടി. മനസ്സിലായോടാ? മനസ്സിലായി. അപ്പൊ ആദ്യം Hന് 0 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ എല്ലാം 0 ആക്കില്ലേ? അതാ പറഞ്ഞേ, ആദ്യമേ Hന് 0 ഇട്ട് കൊടുക്കാൻ ഒക്കത്തില്ല, നമുക്ക് ആ ഉത്തരം കിട്ടണമെന്നേ ഉള്ളൂ. ആദ്യമേ Hന് 0 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ താഴെ 0, അതായത് ഡിവൈഡഡ് ബൈ 0 വരും. അതെന്ന് പറയുന്നത് നോട്ട് ഡിഫൈൻഡ്, അതങ്ങനെ ചെയ്യാൻ ഒക്കത്തില്ല. നോട്ട് ഡിഫൈൻഡ് ആകത്തില്ലേ, ഡിവൈഡഡ് ബൈ 0 ഒരിക്കലും ചെയ്യാൻ ഒക്കത്തില്ല. അങ്ങനെ വരില്ല, അങ്ങനെ വരാതിരിക്കാൻ വേണ്ടി ആ H കട്ട് ചെയ്ത് കളയുന്നത്. ഇതെന്ന് പറയുന്നത് ബേസിക് ആയിട്ട് ഇത് 3 മാർക്കിനെല്ലാം ചോദിച്ചാലേ ഉള്ളൂ, അതിനപ്പുറം ചോദിക്കത്തില്ല. ഇനി അടുത്ത നെക്സ്റ്റ് എന്ന് പറയുന്നത് ടൈലർ സീരീസ് ഉണ്ട്. ഇതെന്ന് പറയുന്ന ടൈലർ സീരീസ് നമ്മുടെ ഇതെന്ന് പറയുന്നത് യൂണിവേരിയേറ്റ് ടൈലർ സീരീസ് ആണ്, ഒറ്റ വേരിയബിളിൻ്റെ. ഇതെന്ന് പറയുന്ന മിക്കവാറും ചോദിക്കായിരിക്കും, പക്ഷെ നമുക്ക് കൂടുതൽ ഇമ്പോർട്ടൻ്റ് മൾട്ടി വേരിയേറ്റാണ്. ഇതിൻ്റെ ഇക്വേഷൻസ് അങ്ങ് പഠിച്ചാൽ മതി. T ഇൻഫിനിറ്റി, ഇനി ടൈലർ സീരീസ് ഇൻഫിനിറ്റ് ആയിട്ടുള്ള ടേംസ് ആണെങ്കിൽ T∞ x f(h⁻) പ്ലസ് f'(h⁻) ബൈ 1 ഫാക്ടോറിയൽ ഇൻറ്റു x-h⁻ പ്ലസ് f2'(h⁻) ബൈ 2 ഫാക്ടോറിയൽ ഇൻറ്റു x-h0 ദ ഹോൾ സ്ക്വയർ. അങ്ങനെ 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 പോവുക. ഇൻഫിനിറ്റ് ആണെങ്കിൽ ഇപ്പോൾ ക്വസ്റ്റ്യനകത്ത് പറയുന്നില്ല ഇന്ന ടേം വരെ ചെയ്യണമെന്ന് പറയുന്നില്ലെങ്കിൽ ഒരു 3-4 ടേം ചെയ്തിട്ട്, ചെറിയ ഫംഗ്ഷനൊക്കെ ആണെങ്കിൽ 3-4 ടേം ചെയ്തിട്ട്, അല്ലെങ്കിൽ 3 ടേം മാക്സിമം ചെയ്തിട്ട് ബാക്കി ഡോട്ട് ഡോട്ട് അങ്ങിട്ട് കൊടുത്ത് വിട്ടാൽ മതി. ഇനി Tn(h) എന്ന് പറയുകയാണെങ്കിൽ, Tn(h) എന്ന് വെച്ചാൽ എവിടെ വരെ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഫിനിറ്റ് സീരീസാണ്, 6 ടേംസ് വേണം, 5 ടേംസ് വേണം എന്നൊക്കെ പറയുവാണെങ്കിൽ T6 കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ എത്ര ടേംസ് വേണം, 6 ടേംസ് വേണം. T3 കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ 3 ടേംസ് വേണം. അപ്പോൾ അങ്ങനെ നമ്മൾ കണ്ടുപിടിക്കുമ്പം എങ്ങനെയായിരിക്കും ഇക്വേഷൻ, f(h0) പ്ലസ് f'(h0) ഡിവൈഡഡ് ബൈ 1 ഫാക്ടോറിയൽ ഇൻറ്റു x-h0. അപ്പോൾ ലാസ്റ്റ് ടേം n ടേംസ് ഉണ്ടെങ്കിൽ ലാസ്റ്റ് ടേം എന്തായിരിക്കും, fn(h0) ബൈ n ഫാക്ടോറിയൽ ഇൻറ്റു x-h0 ദ ഹോൾ റൈസ്ഡ് n. ഇനി മക്ലോറിൻ സീരീസ് എന്ന് പറയുമ്പം ഈ ടൈലർ സീരീസിനകത്തുള്ള H0 ഉണ്ടല്ലോ, ഈ H0 എന്തുവാ, ഗിവൺ പോയിന്റാ. ഈ H0ന് 0 ഇട്ട് കൊടുക്കുമ്പോഴാണ് അത് മക്ലോറിൻ സീരീസ് ആവുന്നത്. അതായത് M∞x എന്ന് പറയുന്നത് എന്താ, ആ ടൈലർ സീരീസിൻ്റെ അതേ സെയിം ഇക്വേഷൻ അതിനകത്ത് H0 എന്താക്കി കൊടുത്താൽ മതി, 0 ആക്കി കൊടുത്താൽ മതി. അതായത് മക്ലോറിൻ സീരീസിന് ഒരിക്കലും പോയിന്റ് പറയത്തില്ല. മക്ലോറിൻ സീരീസ് എന്ന് വെച്ചാൽ നമ്മൾ ഇട്ട് കൊടുക്കേണ്ട പോയിന്റ് എന്താ, 0 മാത്രമേ ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ. അപ്പോൾ f(0) പ്ലസ് f'(0) ഡിവൈഡഡ് ബൈ 1 ഫാക്ടോറിയൽ ഇൻറ്റു x-0 എന്ന് പറയുന്നത് x പ്ലസ് f2'(0) ബൈ 2 ഫാക്ടോറിയൽ ഇൻറ്റു h². അങ്ങനെ അങ്ങ് പറഞ്ഞു പോയാൽ മതി. ഇനി
ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ ഫൈൻഡ് ദ ടൈലർ സീരീസ് T6 എഫ് ഓഫ് എക്സ് ഈക്വൽ ടു x⁴ അറ്റ് s⁻1. കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്ന ടൈലർ സീരീസ് T6 എന്നാണ് പറഞ്ഞത്. അപ്പോൾ എത്ര ടേം വേണം? 6 ടേംസ് വേണം. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ എഴുതാം. എഫ് ഓഫ് x0 എഫ് ഡാഷ് x0 തൊട്ട് എവിടെ വരെ എഴുതണം? f6x0 വരെ എഴുതുക. ഇനിയും നമ്മൾ ആദ്യമേ ആ ഒരു ഇക്വേഷൻ അങ്ങ് എഴുതണം. അതായത് എത്ര ടേംസ് ആണ് പറഞ്ഞിരിക്കുന്നത് അത്രയും ടേംസിൻ്റെ ഇക്വേഷൻ നമ്മൾ എഴുതി വെച്ച് കഴിഞ്ഞിട്ട് എന്താ ചെയ്യേണ്ടത്? എത്ര ടേംസ് വേണമെന്ന് നമുക്ക് മനസ്സിലായി. 6 ടേംസ് വേണമെന്ന് പറയുമ്പോൾ എത്ര ഡെറിവേറ്റീവ് എടുക്കണം? ആ തന്നിരിക്കുന്ന ഫംഗ്ഷൻ്റെ 6 ഡെറിവേറ്റീവ്സ് എടുക്കണം. അപ്പോൾ എഫ് ഓഫ് എക്സ് എടുക്കണം, f2' എടുക്കണം, f3' എടുക്കണം, f4' എടുക്കണം, f5 എടുക്കണം, f6 എടുക്കണം. അതായി കാണുന്നത്. ഇതെടുത്ത് കഴിഞ്ഞിട്ട് ആ ഡെറിവേറ്റീവ് എടുക്കാൻ അറിയാമല്ലോ, അതുകൂടെ ഒന്ന് പറഞ്ഞു പോവാം. എഫ് ഓഫ് എക്സ് എന്താ? x⁴. അപ്പോൾ f'(x) എന്താ? 4x³. പിന്നെ f2' എന്ന് പറയുമ്പോൾ f'(x)ന്റെ ഡെറിവേറ്റീവ് എടുക്കണം. എങ്ങനെ? എന്താ 4 കോൺസ്റ്റന്റ്, x³ ഡെറിവേറ്റീവ് എന്താ? 3h². അപ്പോൾ 4 × 3 12h². പിന്നെ f3' എന്ന് പറയുമ്പോൾ എന്താ? h² ഡെറിവേറ്റീവ് എന്താ? 2h. അപ്പം 2 × 12 24h. പിന്നെ f4 എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? 24. h ഡെറിവേറ്റീവ് ആണ്, ബാക്കി 2 0 വരും. ഇനിയും എന്താ ചെയ്യേണ്ടത്? ഇനി നെക്സ്റ്റ് ഡെറിവേറ്റീവ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ തന്നിരിക്കുന്ന പോയിന്റ് ഇടുക. പോയിന്റ് ഏതാ? h0. h0 = 1. അപ്പോൾ എന്ത് ചെയ്യുക? ഈ എക്സിൻ്റെ സ്ഥാനത്തെല്ലാം 1 ഇട്ട് കൊടുക്കുമ്പോൾ ആ ഒരു ഡെറിവേറ്റീവ് എല്ലാം എന്താവും എന്ന് എഴുതിയിട്ട് ഫൈനലി അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ടൈം ഉണ്ടെങ്കിൽ മാത്രം അത് സിംപ്ലിഫൈ ചെയ്ത് കൊടുക്കുക. ഇതൊക്കെ പെട്ടെന്ന് സിംപ്ലിഫൈ ചെയ്യാൻ പറ്റും. കുറച്ചുകൂടെ എളുപ്പത്തിൽ സിംപ്ലിഫൈ ചെയ്യാൻ നോക്കും. മൾട്ടിവേരിയറ്റ് ഒക്കെ വരുവാണെങ്കിൽ സിംപ്ലിഫൈ ചെയ്യാൻ പാടാ. ടൈം ഉണ്ടെങ്കിൽ മാത്രം അത്രയും സിംപ്ലിഫൈ ചെയ്യാൻ നിൽക്കാവുള്ളൂ. അതും എത്ര മാർക്കിനാണെന്നൂടെ നോക്കണം. ഒത്തിരി മാർക്കിനാണെങ്കിൽ അത് മാക്സിമം സിംപ്ലിഫൈ ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ പിന്നെ ചെറിയ മാർക്കിനാണെങ്കിൽ ഒരു 5 മാർക്കിനൊക്കെ ആണെങ്കിൽ അത് എന്താ ഒത്തിരി സിംപ്ലിഫൈ ചെയ്യേണ്ട ആവശ്യമില്ല. x−1² അവിടെ വെച്ച് അങ്ങ് നിർത്തിയാൽ മതി. ഇതൊക്കെ എന്ന് പറയുമ്പോൾ യൂണിവേരിയറ്റ് ആകുമ്പം കുഴപ്പമില്ല, ബാക്കി കൂടെ ചെയ്യാം. പിന്നെ a−b⁴ a−b⁴ ഇക്വേഷൻ അവിടെ സൈഡിൽ എഴുതിയിട്ടുണ്ട്. അത് യൂസ് ചെയ്യാം. അത് യൂസ് ചെയ്തിട്ട് ഇത് എക്സ്പാൻഡ് ചെയ്ത് കൊടുത്തതേ ഉള്ളൂ. അതെന്ന് വെച്ചാൽ വാല്യൂ T6 ഓഫ് എക്സിനകത്തോട് ഇക്വേഷനകത്തോട് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു, സിംപ്ലിഫൈ ചെയ്തു. അത്രേ ഉള്ളൂ ഇതിനകത്ത് ചെയ്യുന്നത്. ഇനി ഇതേപോലെ തന്നെ ഫോർത്ത് ഡിഗ്രി എന്ന് പറയുമ്പോൾ എത്ര? 4 ടേംസ്. അപ്പോൾ എത്ര ഡെറിവേറ്റീവ് എടുക്കണം? 4 ഡെറിവേറ്റീവ് എടുക്കണം. തന്നിരിക്കുന്ന പോയിന്റ് h0 = 1 ഇട്ട് കൊടുക്കുക. ഇവിടെ നമുക്ക് ln of x ഡെറിവേറ്റീവ് എന്താ? 1/h. 1/hന്റെ ഡെറിവേറ്റീവ് എന്താ? -1/h². അതല്ലാതെ ചെയ്യാൻ അറിയത്തില്ലെങ്കിൽ കോഷ്യൻ റൂൾ ഒന്നും ഉപയോഗിക്കേണ്ട. 1/x എന്ന് പറയുന്നത് എന്താ? h⁻⁻1. അങ്ങനെ പവർ ഇട്ട് ചെയ്യാൻ അറിയാമല്ലോ. h² ഡെറിവേറ്റീവ് എന്താ? 2h. അതേപോലെ h⁻⁻1ന്റെ എന്താ? -1 h⁻⁻1 അപ്പം -1 h⁻⁻2 -1 h⁻⁻2 എന്ന് പറയുമ്പോൾ എന്താ? -1/h². അങ്ങനെ എടുത്തു പോയാൽ മതി. അടുത്ത ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ എന്താ? -h⁻⁻2നെ അതുപോലെ പവർ എടുത്ത് നോക്കിയാൽ മതി. അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ അത് ചെയ്യുന്നത് ചെയ്ത് കാണിക്കണമെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി, ഞാൻ പിന്നെ ചെയ്തിടാം അതെങ്ങനെ വന്നേക്കുന്നത്. അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ കോഷ്യൻ റൂൾ വെച്ച് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ഡെറിവേറ്റീവ് എടുക്കുന്നു, പോയിന്റ് കൊടുക്കുന്നു, പിന്നെ T ഓഫ് എക്സിനകത്ത് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നു. പിന്നെ നമ്മൾ ഫൈനലി എന്ത് ചെയ്യുന്നു? സിംപ്ലിഫൈ ചെയ്യുന്നു. മാക്സിമം 4 ടേംസ് വരെ ഒക്കെ വരത്തുള്ളൂ. ഇനിയും അടുത്തതെന്ന് പറയുമ്പോൾ മക്ലോറിൻ സീരീസ്. ഫൈൻഡ് ടൈലർ സീരീസ് ഫോർ f(x) = cos x + sin x at x0 = 0. ഇവിടെ ഒരു ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. ടൈലർ സീരീസ് ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. പക്ഷെ പോയിന്റ് എന്താ തന്നിരിക്കുന്നത്? 0 തന്നിരിക്കുന്നത്. പോയിന്റ് 0 തന്നിരിക്കുന്നതിൻ്റെ അർത്ഥം എന്താ? അത് മക്ലോറിൻ സീരീസ് ആണെന്ന് ജസ്റ്റ് പറയുന്നതേ ഉള്ളൂ. പക്ഷെ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് ടൈലർ സീരീസ് at x0 = 0. ആ സാധനം മക്ലോറിൻ സീരീസ് ആണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ആ ബ്രാക്കറ്റ് കൊടുത്തിരിക്കുന്നത്. നമ്മൾ ആ ഒരു രീതിക്ക് അങ്ങ് ചെയ്തു പോവാം. എത്ര ടേംസ് വേണം? ഇവിടെ ടേംസ് ഒന്നും പറഞ്ഞിട്ടില്ല. എത്ര ടേംസ് വേണം നമുക്ക് പറഞ്ഞിട്ടില്ല. അപ്പം നമ്മൾ f(x) എടുക്കുന്നു, ഡെറിവേറ്റീവ് എടുത്ത് ഇങ്ങനെ പോവുക. f'(x) എടുത്തു, f2' എടുത്തു, f3' എടുത്തു. ഇനി f4' എടുക്കുമ്പോൾ നമുക്ക് ആദ്യത്തെ ഫംഗ്ഷൻ തന്നെ കിട്ടുന്നുണ്ട്. നോക്കിയാൽ മതി. f4' എന്ന് പറയുന്നത് എന്താ? cos h0 + sin h0. അതെന്തുവാ? നമ്മുടെ ക്വസ്റ്റ്യനിൽ ആ ഒരു ഫംഗ്ഷൻ തന്നെയാണ് വന്നിരിക്കുന്നത്. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആ ഒരു ഫംഗ്ഷൻ തന്നെ കിട്ടിയ സ്ഥിതിക്ക് എന്തുവാ ചെയ്യേണ്ടത്? ആ ഒരു ഫംഗ്ഷൻ തന്നെ കിട്ടുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക, ഇത് റെപ്പറ്റീഷനാണ്. അതായത് f5 എടുക്കുമ്പോൾ എന്താ? വീണ്ടും f2' അതേ ടേം കിട്ടുന്നത്. അതായത് ഇത് റെപ്പറ്റീഷൻ. അങ്ങനെ റെപ്പറ്റീഷൻ വരുവാണെങ്കിൽ അവിടെ കൊണ്ട് നിർത്തുക. പ്രത്യേകിച്ച് ടേംസ് ഒന്നും പറഞ്ഞിട്ടില്ല, എത്ര ടേംസ് ആണെന്ന് പറഞ്ഞിട്ടില്ല. പക്ഷെ നമ്മൾ ഡെറിവേറ്റീവ് എടുത്ത് വന്നപ്പോൾ വീണ്ടും റെപ്പറ്റീഷനാണ് വരുന്നെങ്കിൽ അവിടെ കൊണ്ട് നിർത്തുക. ഇനി പോയിന്റ് ഇട്ട് കൊടുക്കുക. പോയിന്റ് ഇട്ട് കൊടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്ത് മാക്സിമം സിംപ്ലിഫൈ ചെയ്ത് വെക്കുക.
ഇതൊക്കെ ഇത്രയും പറ്റത്തുള്ളൂ. കാരണം എന്താ, ഡിഫറെൻറ്റ് ടേംസ് ആയതുകൊണ്ട് ഇതൊക്കെ ഇത്രയും സിംപ്ലിഫൈ ചെയ്യാൻ ഒക്കത്തുള്ളൂ. ഇനി നെക്സ്റ്റ് ടേം എന്ന് പറയുന്നത് ടൈലർ സീരീസ് ഫോർ മൾട്ടിപ്പിൾ വേരിയബിൾസ്. ഇത് മാക്സിമം ചോദിക്കാൻ സാധ്യതയുള്ള സാധനം. ഇതും എന്താ, ഇക്വേഷൻ പഠിക്കുക. ഇതെന്ന് പറയുമ്പോൾ മൾട്ടിവേരിയറ്റ് എന്ന് പറയുമ്പോൾ 2 വേരിയബിൾ ഉണ്ട്, എക്സും വൈയും ഉണ്ട്. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ പഠിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ എഫ് ഓഫ് എക്സ് വൈ നമ്മൾ നേരത്തെ പറഞ്ഞോടെ തന്നെ എന്താ, ഫംഗ്ഷൻ അതോട്ട് പോയിന്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എഫ് ഓഫ് എ ബി പ്ലസ് 1/1 ഫാക്ടോറിയൽ ഇൻറ്റു നമ്മൾ എന്താ, ഫസ്റ്റ് എന്ന് പറയുമ്പോൾ എഫ് എക്സ് എഫ് വൈയും എടുക്കുന്നത്. അതായത് അപ്പോൾ എന്താ, എഫ് എക്സ് എഫ് വൈ എടുക്കുമ്പോൾ ഫസ്റ്റ് ഡെറിവേറ്റീവ്. അപ്പോൾ എക്സ് മൈനസ് എ എടുക്കുമ്പോൾ അതിൻ്റെ പവർ എന്താ 1 കൊടുക്കുക. എക്സ് മൈനസ് എ ഇൻറ്റു എഫ് എക്സ് എ ബി പ്ലസ് വൈ മൈനസ് ബി ഇൻറ്റു എഫ് വൈ എ ബി. ഇനി പ്ലസ് 1/2 ഫാക്ടോറിയൽ എടുക്കുമ്പോൾ നമ്മുടെ എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ ഇല്ലേ, ആ ഒരു ഫോമിൽ എഴുതുക. ആ ഒരു ഫോമിൽ എഴുതുമ്പോൾ എങ്ങനെ വരുന്നത്, എ സ്ക്വയർ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും ഇവിടെ എഫ് എക്സ് എക്സ് ആയിരിക്കും. ഡെറിവേറ്റീവിൻ്റെ കേസിൽ പറയുമ്പോൾ എഫ് എക്സ് എക്സ് എ ബി ഇൻറ്റു എക്സ് മൈനസ് എ സ്ക്വയർ പ്ലസ് എന്താ 2ab എന്ന് പറയുമ്പോൾ എങ്ങനെ 2 ഇൻറ്റു എക്സ് മൈനസ് എ ഇൻറ്റു വൈ മൈനസ് ബി. പിന്നെ 2 ഇൻറ്റു എക്സ് മൈനസ് എയും വരുന്നോട്ട് വൈ മൈനസ് ബി ഉണ്ട്. അപ്പോൾ നമ്മൾ ഏത് ഡെറിവേറ്റീവ് എടുക്കണം, എഫ് എക്സ് വൈ എ ബി പ്ലസ് ലാസ്റ്റ് ടേം എന്താ ബി സ്ക്വയർ. അപ്പോൾ വൈ മൈനസ് ബി ഹോൾ സ്ക്വയർ എഫ് വൈ വൈ ഇൻറ്റു എ ബി. അതേപോലെ തന്നെ നമ്മൾ എന്താ 1/3 ഫാക്ടോറിയൽ എന്ന് പറയുമ്പോൾ എ പ്ലസ് ബി ദ ഹോൾ ക്യൂബ് എടുക്കുന്നത്. അപ്പോൾ എങ്ങനെ വരും, ഫസ്റ്റ് ടേം എന്തുവാ എ പ്ലസ് ബി ദ ഹോൾ ക്യൂബിൻ്റെ എ ക്യൂബ്. അപ്പോൾ എക്സ് മൈനസ് എ ദ ഹോൾ ക്യൂബ് എഫ് എക്സ് 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 എ ബി പ്ലസ് എന്താ, പിന്നെ സെക്കൻഡ് ടേം വരുന്നത് 3a സ്ക്വയർ ബി. അപ്പോൾ 3 ഇൻറ്റു എക്സ് മൈനസ് എ ദ ഹോൾ സ്ക്വയർ ഇൻറ്റു വൈ മൈനസ് ബി. പിന്നെ എത്ര ഇവിടെ എക്സിൻ്റെ പവർ എവിടെ എത്ര 2. എക്സ് മൈനസ് ഐയുടെ പവർ 2, വൈ എവിടെ എത്ര വട്ടേ വന്നിട്ടുള്ളൂ, 1 വട്ടം. അപ്പോൾ എങ്ങനെ വരും, എഫ് എക്സ് എക്സ് വൈ എ ബി പ്ലസ് 3ab സ്ക്വയർ ആയിന് അടുത്ത്. അപ്പോൾ 3 ഇൻറ്റു എക്സ് മൈനസ് ഇൻറ്റു വൈ മൈനസ് ബി സ്ക്വയർ. 3ab സ്ക്വയർ എന്ന് പറയുമ്പോൾ എന്താ, എക്സ് 1 വട്ടം വൈ 2 വട്ടം. അപ്പോൾ എഫ് എക്സ് വൈ വൈ എ ബി പ്ലസ് ലാസ്റ്റ് ടേം എന്താ ബി ക്യൂബ് വൈ മൈനസ് ബി ഹോൾ ക്യൂബ് ഇൻറ്റു എഫ് വൈ വൈ എ ബി. അത് ആ ഇക്വേഷൻ 2 ചെയ്യുമ്പോഴത്തേനും മനപ്പാടം ആയിക്കോളൂ അതെങ്ങനെ എഴുതണം എന്നുള്ളത്. അത് ആദ്യം ചെയ്യുമ്പോൾ ഉള്ളൊരു ബുദ്ധിമുട്ടുള്ളൂ, പിന്നെ അതങ്ങ് സിമ്പിളായിട്ട് തോന്നും. ഇതിൻ്റെ നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇതും അതുപോലൊക്കെ തന്നെ നമ്മൾ ഇത് എഴുതുമ്പോൾ ഫസ്റ്റ് ഇക്വേഷൻ എഴുതും. പിന്നെ നമുക്ക് തന്നിരിക്കുന്ന പോയിന്റ് ഇവിടെ ഏതാ 1 2 ആ പോയിന്റ് ഇട്ടിട്ട് ഒന്ന് എഴുതി കാണിക്കണം. അതാകുമ്പോൾ പോയിന്റ് ഇട്ട് എഴുതുമ്പോൾ പ്രത്യേകിച്ചൊന്നുമില്ല. എഫ് ഓഫ് എക്സ് വൈ എഫ് ഓഫ് എ ബിയുടെ സ്ഥാനത്ത് എന്ത് വരും, എഫ് ഓഫ് 1 2 പ്ലസ് 1/1 ഫാക്ടോറിയൽ എക്സ് മൈനസ് എ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും എക്സ് മൈനസ് 1 എഫ് എക്സ് 1 2 പ്ലസ് വൈ മൈനസ് 2 എഫ് വൈ എ ബി. അങ്ങനെ ആ ഒരു ഇക്വേഷൻ എഴുതുക. പിന്നെ നമുക്ക് ആവശ്യമുള്ള ഡെറിവേറ്റീവ്സ് എടുക്കുക. എഫ് എക്സ് വേണം, എഫ് വൈ വേണം, എക്സ് എക്സ് വേണം, എഫ് വൈ വൈ വേണം, എഫ് എക്സ് വൈ വേണം. പിന്നെന്താ എഫ് എക്സ് 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 വേണം, എക്സ് എക്സ് വൈ വേണം, എക്സ് വൈ വൈ വേണം, പിന്നെ വൈ 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 വേണം. ഇത് ചെയ്യുമ്പം എന്താ തെറ്റിപ്പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഒന്നുകൊണ്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ച് ചെയ്താൽ മതി. എന്നിട്ട് നമ്മൾ അതിൻ്റെ വാല്യൂസ് പോയിന്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. പിന്നെ നമ്മൾ ആ കിട്ടിയ സാധനം എന്താ ആ ഒരു ഇക്വേഷനകത്ത് ഇട്ട് കൊടുക്കുന്നതേ ഉള്ളൂ. ഇതിനകത്തൊക്കെ 0 വരുന്ന ടേംസ് ഒന്നും എഴുതേണ്ട ആവശ്യമില്ല. 0 ഉള്ള ടേംസ് ഒക്കെ കളഞ്ഞിട്ട് ബാക്കിയുള്ളത് എഴുതി പോയാൽ മതി. 0 ഉള്ള ടേംസ് എന്ന് പറയുമ്പോൾ കംപ്ലീറ്റ്ലി 0 ആവുമല്ലോ. അപ്പോൾ അത് ആദ്യമേ ഇട്ട് കൊടുക്കുന്നുണ്ട്, കാരണം അത്രയും സിംപ്ലിഫൈ ചെയ്ത് നമുക്ക് എഴുതാമല്ലോ. ഇനിയും അടുത്തതെന്ന് പറയുന്നത് ഇതേപോലെ തന്നെ ഇ റേസ്റ്റ് ലോഗ് 1+y എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഇവിടെ ഇ റേസ്റ്റ് ലോഗ് 1+y എന്ന് പറയുമ്പം നമ്മളാണെങ്കിൽ ഇപ്പം ഇതിൻ്റെ വിത്ത് റെസ്പെക്ട് ടു വൈ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ, അതായത് എഫ് വൈ എടുക്കുമ്പോൾ ഇ റേസ്റ്റ് എക്സ് വിത്ത് റെസ്പെക്ട് ടു വൈ വരുമ്പോൾ എക്സ് കോൺസ്റ്റൻ്റ് അല്ല. അപ്പോൾ ഇ റേസ്റ്റ് എക്സ് കോൺസ്റ്റൻ്റ് വെളിയിലോട്ട് എടുത്തു. ബാക്കി ലോഗ് 1+y എന്ന് പറയുമ്പോൾ എന്താ 1/1+y ഇൻറ്റു വൈയുടെ ഡെറിവേറ്റീവാണ്. ഇവിടെ വൈയുടെ ഡെറിവേറ്റീവ് എന്താ 1, അതുകൊണ്ട് അങ്ങനെ എടുക്കുക. അതിപ്പം 1+2y വല്ലതും ആയിരുന്നെങ്കിൽ ഇങ്ങനെ വരും, ഇ റേസ്റ്റ് എക്സ് ഡിവൈഡഡ് ബൈ 1+2y ഇൻറ്റു 2. അത് ഇവിടെ നമ്മൾ വൈയുടെ ഡെറിവേറ്റീവ് എടുത്താലും 1 വരത്തുള്ളൂ, അതുകൊണ്ട് അത് എടുത്തെടുത്താൽ തന്നെ. പിന്നെ പോയിന്റ് ഇട്ട് കൊടുക്കുക. ഇവിടെ 0 0 ആ പോയിന്റ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ആ ഒരു ഇക്വേഷൻ അതോട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ഡയറക്റ്റ് ആയിട്ട് പോയിന്റ് തരാം. അല്ലാതെ വേറൊരു രീതി ചോദിക്കാന്ന് പറയുന്നത് ഇങ്ങനെ, എക്സ്പാൻഡ് ദ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് വൈ എക്സ് സ്ക്വയർ വൈ പ്ലസ് 3y മൈനസ് 2 ഇൻ പവേഴ്സ് ഓഫ് എക്സ് മൈനസ് 1 ആൻഡ് വൈ പ്ലസ് 2. ഇങ്ങനെയും ക്വസ്റ്റ്യൻ ചോദിക്കുക. അതായത് ഒരു ഫംഗ്ഷൻ തന്നിട്ട് അതിനെ രണ്ട് എക്സ് മൈനസ് 1ൻ്റെ വൈ പ്ലസ് 2ൻ്റെ പവേഴ്സ് എക്സ്പ്രസ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. എക്സ് മൈനസ് 1ൻ്റെ വൈ പ്ലസ് 2ൻ്റെ പവേഴ്സിൽ എക്സ്പ്രസ് ചെയ്യാൻ പറയുമ്പം അങ്ങനെ പവേഴ്സിൽ എക്സ്പ്രസ് ചെയ്യാൻ പറയുമ്പോൾ അതിനകത്തൊന്ന് പോയിന്റ് എങ്ങനെ എടുക്കുന്നത്, എക്സ് മൈനസ് 1 ആണെങ്കിൽ എന്താ എക്സ് മൈനസ് 1 ഈക്വൽ ടു 0 കൊടുക്കുക. അപ്പോൾ എക്സ് എന്ത് വരും 1 വരും. ഇനി വൈ പ്ലസ് 2 ഈക്വൽ ടു 0 എടുക്കുമ്പോൾ വൈ എന്ത് വരും -2 വരും. അപ്പം നമ്മുടെ ഗിവൺ പോയിന്റ് എന്താ 1 -2. അങ്ങനെ ചെയ്താലേ നമുക്ക് ആ ഒരു ഇക്വേഷനകത്ത് എന്ത് വരത്തുള്ളൂ, എക്സ് മൈനസ് 1ൻ്റെ പവേഴ്സും വൈ പ്ലസ് 2ൻ്റെ പവേഴ്സും നമുക്ക് വരത്തുള്ളൂ. അപ്പോൾ അങ്ങനെയും ക്വസ്റ്റ്യൻ ചോദിക്കുക. അങ്ങനെ വരുമ്പോൾ ആ പോയിന്റ് അതിനകത്തുനിന്ന് എടുത്തിട്ട് വേണം ആ പോയിന്റ് ഇട്ട് കൊടുക്കാനായിട്ട്.
ഇത്ര ഉള്ളൂ ടെയ്ലർ സീരീസിന്. നെക്സ്റ്റ് എന്ന് പറയുന്ന ഗ്രേഡിയന്റ്. ഗ്രേഡിയന്റ് എന്ന് പറയുമ്പോൾ എന്താ, ഡെൽ എഫ് ഈക്വൽ ടു ഡോ എഫ് ബൈ ഡോ എക്സ് വൺ ഡോ എഫ് ബൈ ഡോ എക്സ് ടു. എത്ര വേരിയബിൾ ഉണ്ടോ അത്ര വേരിയബിളിനെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് എഴുതുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ കമ്പ്യൂട്ട് ദ ഗ്രേഡിയന്റ് ഓഫ് സ്കെയിലാർ ഫീൽഡ് 5xy z ഈക്വൽ ടു എച്ച് സ്ക്വയർ ഇസഡ് മൈനസ് 3xy² ഇസഡ് ക്യൂബ്. അപ്പം ഗ്രേഡ് 5 അല്ലെങ്കിൽ ഡെൽ 5 എന്ന് പറയുന്നത് എന്തായിരിക്കും, എത്ര വേരിയബിൾ ഉണ്ട്, എക്സ് ഉണ്ട്, വൈ ഉണ്ട്, ഇസഡ് ഉണ്ട്. അപ്പം എങ്ങനെ വരും, ഡോ 5 ബൈ ഡോ എക്സ്, ഡോ 5 ബൈ ഡോ വൈ വരും, ഡോ 5 ബൈ ഡോ ഇസഡ് വരും. അത് വിത്ത് റെസ്പെക്ട് ടു ഡിഫറൻഷിയേറ്റ് ചെയ്യാമല്ലോ. അപ്പോൾ ഫസ്റ്റ് ഡോ 5 ബൈ ഡോ എക്സ് എന്ന് പറയുമ്പം എങ്ങനെയാ, ഫസ്റ്റ് ആ ഒരു ഫംഗ്ഷൻ നോക്കുമ്പോൾ എന്താ, വിത്ത് റെസ്പെക്ട് ടു എക്സ് എടുക്കുമ്പോൾ ഇസഡ് കോൺസ്റ്റൻ്റാ, എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് എന്താ 2x. അപ്പോൾ 2x ഇസഡ് മൈനസ് ഇനിയും വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണല്ലോ, അപ്പോൾ 3y² ഇസഡ് ക്യൂബ് എന്താ കോൺസ്റ്റൻ്റാ, എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താ 1. ഇനി ഡോ 5 ബൈ ഡോ വൈ വരുമ്പോൾ എന്തെങ്ങനെ ആയിരിക്കും, ഫസ്റ്റ് ടേം എക്സ് സ്ക്വയർ ഇസഡിനകത്ത് എന്താ വൈ ഇല്ല, അപ്പോൾ അത് 0 ആവും. ബാക്കി വരുന്നതിനകത്ത് കോൺസ്റ്റൻ്റ് ഏതാ, -3x ഇസഡ് ക്യൂബ് എന്താ കോൺസ്റ്റൻ്റാ, ബാക്കി y² ഡെറിവേറ്റീവ് എന്താ 2y. അപ്പോൾ 3 × 2 6 വരും. അപ്പോൾ -6sy ഇസഡ് ക്യൂബ് വരും. അതേപോലെ തന്നെ വിത്ത് റെസ്പെക്ട് ടു ഇസഡും ചെയ്യാം. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഒരു ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് വൺ എക്സ് ടു തന്നിട്ടുണ്ട്. അതിനകത്ത് അപ്പോൾ എന്തേ വരത്തുള്ളൂ, രണ്ട് ടേംസ് വരത്തുള്ളൂ, ഡോ എഫ് ബൈ ഡോ എക്സ് വൺ ഡോ എഫ് ബൈ ഡോ എക്സ് ടു. അതും ഡിഫറൻഷിയേറ്റ് ചെയ്യുക. പിന്നെ ബാക്കിയെല്ലാം അതേപോലെ തന്നെ. പിന്നെ ഇടയ്ക്കെന്ന് പറയുമ്പോൾ ഗ്രേഡിയൻറ്റ് കണ്ടുപിടിച്ചിട്ട് പോയിന്റ് ഇട്ട് കൊടുക്കാൻ തോന്നും. അപ്പോൾ ഫസ്റ്റ് ഗ്രേഡിയൻറ്റ് കണ്ടുപിടിക്കുക, എന്നിട്ട് പോയിന്റ് തന്നിരിക്കുന്നതിനനുസരിച്ച് എക്സും വൈക്കും ഇസഡിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് എന്ന് പറയുമ്പോൾ ചെയിൻ റൂൾ പറയുന്നുണ്ട്. ഇസഡ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷന് നമ്മൾ എക്സും വൈയും വേരിയബിളിലുള്ള ഒരു ഫംഗ്ഷൻ ആണെന്ന് വിചാരിക്കുക. പക്ഷെ അത് ഡയറക്റ്റ് തന്നിട്ടില്ല, അങ്ങനെയുള്ള കേസാണ് പറയുന്നത്. അതായത് ഇപ്പൊ ഇസഡ് എന്ന് നമുക്ക് കണ്ടുപിടിക്കേണ്ട ഡോ ഇസഡ് ബൈ ഡോ എക്സാ. പക്ഷെ ഇസഡിനകത്ത് ഡയറക്റ്റ് ആയിട്ട് എന്തില്ല, എക്സ് ഇല്ല. പക്ഷെ ഇസഡിനകത്ത് ആരുണ്ട്, യു ഉണ്ട്. യുവിനകത്ത് ആരുണ്ട്, എക്സ് ഉണ്ട്. അങ്ങനെ വരുന്ന കേസ്, ഡയറക്റ്റ് ആയിട്ട് വരാത്ത കേസിലാണ് ചെയിൻ റൂൾ യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ പലതരം കേസസ് കാണിച്ചിട്ടുണ്ട്. ഫസ്റ്റ് കേസ് എന്ന് പറയുന്നത് ഇസഡിനകത്ത് ആരുണ്ട്, യു ഉണ്ട്. യുവിനകത്ത് ആരുണ്ട്, എക്സ് ഉണ്ട്, വൈ ഉണ്ട്. അപ്പൊ ഡോ ഇസഡ് ബൈ ഡോ എക്സ് എങ്ങനെ കണ്ടുപിടിക്കുന്നത്, ഇസഡിനകത്ത് ആരുണ്ട്, എക്സ് ഡയറക്റ്റ് ആയിട്ടില്ല, പക്ഷെ ആരുണ്ട്, യു ഉണ്ട്. അപ്പം ഡോ ഇസഡ് ബൈ ഡോ യു, അതായത് ഇസഡിനെ ഫസ്റ്റ് യു കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുക, ഇൻറ്റു എന്താ യുവിനകത്താണ് ആരുള്ളത്, എക്സ് ഉള്ളത്. അപ്പം ഡോ യു ബൈ ഡോ എക്സ്. അതേപോലെ തന്നെ വൈ. ഇനി ഇസഡിൻ്റെ ഇത് ജസ്റ്റ് കാണാൻ പഠിക്കേണ്ട ആവശ്യമില്ല, നമ്മൾ ചെയ്യുമ്പം തന്നെ ചെയ്ത് പോകാമെന്നേ ഉള്ളൂ. ഈക്വേഷൻ കാണാൻ പഠിക്കണമെന്നില്ല. എന്ന് വെച്ചാൽ നമ്മൾ ആ ഒരു ഫംഗ്ഷൻ കാണുമ്പോൾ നമ്മൾ അതിനനുസരിച്ച് എഴുതി പോയാൽ മതി. ഇനി ഇസഡിന് എക്സ് വണ്ണും എക്സ് ടുവും വേരിയബിൾ ഉണ്ട്. എക്സ് വണ്ണും എക്സ് ടുവിനകത്തും ആരും ഉണ്ട്, ടി ഉണ്ടെന്നുള്ള കേസ്. ഇവിടെ നോക്കുമ്പോൾ എന്താ ലാസ്റ്റ്, അതായത് നമുക്ക് കണ്ടുപിടിക്കാൻ ഏതേ ഉള്ളൂ, ഡി ഇസഡ് ബൈ ഡി ടിയെ കണ്ടുപിടിക്കാനുള്ളൂ. ടി എവിടെയുണ്ട്, പക്ഷേ എക്സ് വണ്ണിനകത്തും ഉണ്ട് എക്സ് ടുവിനകത്തും ഉണ്ട്. ഇവിടെ ഇസഡിന് ഇസഡിന് രണ്ട് വേരിയബിൾ ഉണ്ട്, എക്സ് വൺ എക്സ് ടു. പക്ഷെ എക്സ് വണ്ണിന് ആര് മാത്രമേ ഉള്ളൂ, ടി മാത്രമേ ഉള്ളൂ. എക്സ് ടുവിന് ആര് മാത്രമേ ഉള്ളൂ, ടി മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് ഡോ കൊടുക്കാത്തത്. അതായത് ഒറ്റ വേരിയബിൾ അല്ലേ ഉള്ളൂ ലാസ്റ്റ്. അപ്പൊ ഡി ഇസഡ് ബൈ ഡി ടി എന്ന് കൊടുത്താൽ മതി, ഈക്വൽ ടു. ഇനി ഈ ടി ഡയറക്റ്റ് ആയിട്ട് ഇസഡിനകത്തില്ല, ആരിലൊക്കെ ഉണ്ട്, എക്സ് വണ്ണിലും ഉണ്ട് എക്സ് ടുവിലും ഉണ്ട്. ഫസ്റ്റ് ആരിനകത്തുള്ളത്, എക്സ് വണ്ണിനകത്തുള്ളത്. അപ്പം ഡോ ഇസഡ് ബൈ ഡോ എക്സ് വൺ ഇൻറ്റു എക്സ് വണ്ണിനകത്ത് ആരുണ്ട്, ടി ഉണ്ട്. എക്സ് വണ്ണത്ത് ടി മാത്രം ഉള്ളതുകൊണ്ട് ഡി എക്സ് വൺ ബൈ ഡി ടി, അല്ലെങ്കിൽ ഡോ കൊടുത്താലും കുഴപ്പമൊന്നുമില്ല, ഡി എക്സ് വൺ ബൈ ഡി ടി എന്ന് കൊടുത്തു. പ്ലസ് ഇനി ടി ആരിനകത്തൂടെ ഉണ്ട്. അങ്ങനെ ടി രണ്ടിടത്ത് വന്നു കഴിഞ്ഞാൽ നമ്മൾ പ്ലസ് ആഡ് ചെയ്യാം. അപ്പോൾ പ്ലസ് ഡോ ഇസഡ് ബൈ ഡോ എക്സ് ടു ഇൻറ്റു ഡി എച്ച് ടു ബൈ ഡി ടി. ഇനി എച്ച് വൺ എച്ച് ടു ഉണ്ട്. എച്ച് വണ്ണിനകത്ത് രണ്ട് വേരിയബിൾ ഉണ്ട്, എസിൻ്റെയും. എച്ച് ടുവിനകത്ത് രണ്ട് വേരിയബിൾ ഉണ്ട്, എസിൻ്റെയും. അപ്പോൾ ഡോ ഇസഡ് ബൈ ഡോ എക്സ് എങ്ങനെ കണ്ടുപിടിക്കുന്നത്, ഡോ ഇസഡ് ബൈ ഡോ എക്സ് വൺ ഇൻറ്റു ആ ഡോ എക്സ് വണ്ണിനകത്ത് ആരുണ്ട്, അതായത് എച്ച് വണ്ണിനകത്ത് ആരുണ്ട്, എസ് ഉണ്ട്. അപ്പോൾ എങ്ങനെ വരും, ഡോ എക്സ് വൺ ബൈ ഡോ എസ് പ്ലസ് എച്ച് ടുവിനകത്തും ആരുണ്ട്, എസ് ഉണ്ട്. അപ്പോൾ ഡോ ഇസഡ് ബൈ ഡോ എക്സ് ടു ഇൻറ്റു ഡോ എച്ച് ടു ബൈ ഡോ എസ്. അതേപോലെ തന്നെ ടിയും. ഇതിങ്ങനെ കാണാൻ പഠിക്കണം എന്ന് ആവശ്യമില്ല, ഇനി ക്വസ്റ്റ്യൻ പറയുമ്പോൾ മനസ്സിലാവും. അതായത് ഡോ ഇസഡ് ബൈ ഡോ എക്സും കണ്ടുപിടിക്കണം, ഡോ ഇസഡ് ബൈ ഡോ വൈയും കണ്ടുപിടിക്കണം. ഇസഡിനകത്ത് ആരുണ്ട്, യു ഉണ്ട്. യുവിനകത്ത് ആരുണ്ട്, എക്സും വൈയും ഉണ്ട്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ആരാ, ഡോ ഇസഡ് ബൈ ഡോ എക്സ്. അപ്പോൾ ഡോ ഇസഡ് ബൈ ഡോ എക്സ് ഈക്വൽ ടു ഇസഡിനകത്ത് എക്സ് വിത്ത് റെസ്പെക്ട് ടു എക്സ് കണ്ടുപിടിക്കണം. പക്ഷേ ഇസഡിനകത്ത് എക്സ് ഉണ്ടോ, ഇല്ല, യു എ ഉള്ളൂ. അപ്പോൾ എങ്ങനെ എഴുതാണ്, ഡോ ഇസഡ് ബൈ ഡോ യു ഇൻറ്റു ഡോ ഇസഡ് ബൈ ഡോ യു എന്ന് എഴുതാൻ ഡി ഇസഡ് ബൈ ഡി യു എന്ന് എഴുതാം. ഇവിടെ ഒറ്റ വേരിയബിൾ ആയതുകൊണ്ട് ഡി ഇസഡ് ബൈ ഡി യു എന്നിട്ട് ഇൻറ്റു പിന്നെ യുവിനകത്ത് ആരെയാ, യുവിനകത്ത് നമ്മളിപ്പം കണ്ടുപിടിക്കുന്നത് ഏത്, എക്സ് കണ്ടുപിടിക്കുന്നത്. അപ്പം ഡോ യു ബൈ ഡോ എക്സ്. അതേപോലെ തന്നെ ഡിഫറൻഷിയേറ്റ് എടുത്ത് കഴിഞ്ഞിട്ട്, അതായത് ഡി ഇസഡ് ബൈ ഡി യു അല്ലെങ്കിൽ ഡോ ഇസഡ് ബൈ ഡോ യു എന്താ,
യു ക്യൂബ് എന്ന് പറയുന്നത് 3u² ഇൻറ്റു ഡോ യു ബൈ ഡോ എച്ച് എന്ന് പറയുമ്പോൾ യുവിനെ വിത്ത് റെസ്പെക്ട് വെച്ച് ചെയ്യുമ്പോൾ 2 വരും. അപ്പം നമുക്ക് 3 2 6 6u² വരും. ഇനി മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മളാണെങ്കിൽ ഈ ഒരു ലേറ്റോ, അതായത് നമ്മൾ എന്ത് വിത്ത് റെസ്പെക്റ്റ് കണ്ടുപിടിക്കുന്നത്, നമുക്ക് ഫൈനൽ ഉത്തരം കിട്ടേണ്ടത് എന്താണ്, നമ്മൾ കണ്ടുപിടിക്കുന്ന ഡോ ഇസഡ് ബൈ ഡോ എച്ച്, ഡോ ഇസഡ് ബൈ ഡോ എച്ചും ഡോ ഇസഡ് ബൈ ഡോ വൈ. അപ്പോൾ ഫൈനൽ ആൻസർ എക്സിലും വൈയിലും ആയിരിക്കണം, അത് മസ്റ്റ്. അതായത് ആ ഇടയ്ക്കത്തെ ഇൻ്റർമീഡിയറ്റ് വേരിയബിൾ ഈ യു വി അതിലായിരിക്കില്ല. ഫൈനലി ഉത്തരം കിട്ടിക്കഴിയുമ്പം യുവിൻ്റെ വാല്യൂ എന്താ 2x+y² അല്ലേ, ആ യുവിൻ്റെ വാല്യൂ ഫൈനലി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കണം, ഇല്ലെങ്കിൽ ഫുൾ മാർക്ക് കിട്ടത്തില്ല. അപ്പോൾ ആ ഫൈനലി അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാൻ മറക്കല്ലേ. ഫൈനലി എച്ചിലും വൈയിലും ആയിരിക്കണം ഉത്തരം വരട്ടെ. അതേപോലെ തന്നെ ഡോ ഇസഡ് ബൈ ഡോ വൈ. പിന്നെ നെക്സ്റ്റ് കേസ് എന്ന് പറയുന്നത് f(x1) അതായത് എഫിനകത്ത് എത്ര വേരിയബിൾ ഉണ്ട്, 2 വേരിയബിൾ ഉണ്ട്. h1-നകത്ത് സൈൻ ടിയും h2-നകത്ത് കോസ് ടി. അതായത് ഇവിടെ പറഞ്ഞിരിക്കുന്ന സെക്കൻഡ് കേസ് ഇപ്പം പറയുന്നത്. അപ്പോൾ എങ്ങനെ വരും, ഡി എഫ് ബൈ ഡി ടി ഈക്വൽ ടു, നമുക്ക് എന്ത് കണ്ടുപിടിക്കണം, ഡി എഫ് ബൈ ഡി ടി. അപ്പോൾ ഡി എഫ് ബൈ ഡി ടി ഈക്വൽ ടു ടി എവിടെയൊക്കെയുണ്ട്, h1-ലും ഉണ്ട് h2-ലും ഉണ്ട്. h1 h2 RIയിലുണ്ട്, എഫിനകത്തുണ്ട്. അപ്പോൾ ഫസ്റ്റ് h1-ൻ്റെ എടുക്കുക, ഡോ എഫ് ബൈ ഡോ h1 ഇൻറ്റു ഡി h1 ബൈ ഡി ടി പ്ലസ് ഡോ എഫ് ബൈ ഇൻറ്റു ഡി എച്ച് കണ്ടുപിടിച്ചു കഴിഞ്ഞിട്ട് ഫൈനലി h1-ൻ്റെ വാല്യൂവും കൂടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. h1 എന്താ സൈൻ ടി, അപ്പോൾ 2 sin t cos t മൈനസ് 2 sin t വരും. ഇനി ഇതേപോലെ തന്നെ അടുത്തതും പിന്നെ നെക്സ്റ്റ് ഇതും സെയിം രീതിയിൽ തന്നെ നമ്മൾ ചെയിൻ റൂൾ വെച്ചിട്ട് ചെയ്യുന്നുണ്ട്. ഇവിടെ 3 വേരിയബിൾ ഉണ്ട്, ഡോ ഇസഡ് ബൈ ഡോ യു കണ്ടുപിടിക്കണം, ഡോ ഇസഡ് ബൈ ഡോ യു കണ്ടുപിടിക്കണം, ഡോ ഇസഡ് ബൈ ഡോ ഡബ്ല്യു തന്നെ. ഇവിടെ നമ്മൾ ഫൈനലി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കണം. അതായത് ഇവിടെ നോക്കുകയാണെങ്കിൽ 4h³ + y³ ഇൻറ്റു v⁴ പ്ലസ് 3hy². നമുക്ക് ഫൈനൽ ഇവിടെ ഏതൊക്കെ വേരിയബിളിൽ വരണം, യു വി ഡബ്ല്യുയിൽ വരണം. അതായത് ലാസ്റ്റ് എന്ത് വിത്ത് റെസ്പെക്ട് കണ്ടുപിടിക്കണം പറഞ്ഞാൽ യു വി ഡബ്ല്യു. അപ്പോൾ ഫൈനലി യു വി ഡബ്ല്യുയിൽ എഴുതി വെക്കണം. അത് എക്സ്പാൻഡ് ചെയ്യണമെന്നൊന്നുമില്ല, പക്ഷെ ഫൈനലി ആ വേരിയബിളിൽ തന്നെ എഴുതി വെക്കണം. ഇനി ഇവിടെ ഒരു കേസ് വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഡബ്ല്യു എന്ന് പറയുന്നൊരു ഫംഗ്ഷനുണ്ട്, XY + YZ. വൈ എന്ന് പറയുന്നത് എന്താ, സൈൻ എക്സ് ആണെന്നും പറയുന്നുണ്ട്, ഇസഡ് എന്ന് പറയുന്നത് e⁻x ആണെന്നും പറയുന്നുണ്ട്, dw/dx നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പം നമ്മളിപ്പോൾ dw/dx കണ്ടുപിടിക്കണം എന്ന് പറയുമ്പം തന്നെ നമ്മൾ നോക്കുവാണെങ്കിൽ ഡബ്ല്യുവിനകത്ത് ഒരു എക്സ് കിടപ്പുണ്ട്, ഡബ്ല്യുവിനകത്ത് എന്താ എക്സ് കിടപ്പുണ്ട് ഓൾറെഡി. ഡബ്ല്യുവിനകത്ത് ഡയറക്റ്റ്ലി എക്സ് കിടപ്പുണ്ട്, വൈക്കകത്തും എക്സ് ഉണ്ട്, ഇസഡിനകത്തും എക്സ് ഉണ്ട്. നമ്മൾ നോക്കുകയാണെങ്കിൽ മനസ്സിലാവും എന്താ dw/dx എന്ന് പറയുമ്പോൾ ഇത്രയും നാളെ പ്രശ്നമില്ലായിരുന്നു. dw/dx നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞു. പക്ഷെ നമ്മൾ നോക്കുമ്പോൾ ഡബ്ല്യുവിനകത്ത് ഡയറക്റ്റ്ലി എക്സ് കിടപ്പുണ്ട്, വൈയും കിടപ്പുണ്ട്, ഇസഡും കിടപ്പുണ്ട്. പക്ഷെ വൈക്കകത്ത് വേറെ വൈ നോക്കുവാണെങ്കിൽ വൈക്കകത്തും എക്സ് ഉണ്ട്, ഇസഡിനകത്തും എക്സ് ഉണ്ട്. അപ്പോൾ എങ്ങനെ എഴുതണമെന്ന് വെച്ചാൽ പ്രത്യേകിച്ച് കൂടുതൽ കൺഫ്യൂഷൻ ആക്കേണ്ട, dw/dx എടുത്തു. dw/dx എടുത്തു കഴിഞ്ഞിട്ട് ഈ ഡബ്ല്യുവിനകത്ത് എത്ര വേരിയബിൾ ഉണ്ട്, എക്സ് വൈ ഇസഡ് ഉണ്ടല്ലോ. അപ്പോൾ ഫസ്റ്റ് എന്തുവാ, നമുക്ക് എന്തോ കണ്ടുപിടിക്കണം, dw/dx അല്ലേ. അപ്പോൾ ഫസ്റ്റ് എന്തോ എടുക്കണം, ഡോ w/ഡോ എക്സ് എടുക്കണം. പിന്നെ ഇൻറ്റു എന്തേലും വേണോ, വേണ്ട. കാരണം എന്താ, ഡോ w/ഡോ എക്സ് നമുക്ക് എന്തോ കണ്ടുപിടിക്കണം, വിത്ത് റെസ്പെക്ട് വെച്ച് അല്ലേ. അത് ഡയറക്റ്റ്ലി അവിടെ കിടപ്പുണ്ടെങ്കിൽ അത് ഡയറക്റ്റ്ലി ഡിഫറൻഷ്യേറ്റ് ചെയ്യുക, ഡോ w/ഡോ എക്സ്, വേറെ ഒന്നും ഇല്ലല്ലോ. പ്ലസ് ഇനിയാണ് ചെയിൻ റൂൾ യൂസ് ചെയ്യേണ്ടത്. വൈ ഡബ്ല്യുവിനകത്ത് ഡയറക്റ്റ്ലി എക്സ് എടുപ്പില്ല, പക്ഷെ വൈ കിടപ്പുണ്ട്, വൈക്കകത്ത് ആരുണ്ട്, എക്സ് ഉണ്ട്. അപ്പോൾ ഡോ w/ഡോ വൈ ഇൻറ്റു ഡോ y/ഡോ എക്സ്. അതേപോലെ തന്നെ ഡോ w/ഡോ ഇസഡ് ഇൻറ്റു ഡോ ഇസഡ്/ഡോ എക്സ്. അങ്ങനെ ചെയ്താൽ മതി. ഇനി അടുത്തത് ഗ്രേഡിയൻ്റ് ഓഫ് വെക്റ്റർ വാല്യൂഡ് ഫംഗ്ഷൻസ്. വെക്റ്റർ വാല്യൂഡ് ഫംഗ്ഷൻസിൻ്റെ ഗ്രേഡിയൻ്റ് നെക്സ്റ്റ് പറയാൻ പോകുന്നത്. ∇f = df/dx നമ്മൾ എന്താ പാർഷ്യലി ഡിഫറൻഷ്യേറ്റ് 4 ഇക്വേഷൻ കൊടുത്തിട്ടുണ്ട്. ഇനി വെക്റ്റർ വാല്യൂഡ് ഫംഗ്ഷൻ എന്ന് പറയുമ്പം the output of the function will be a vector belongs to r⁻m. അതായത് ഇൻപുട്ട് എന്ന് പറയുന്നത് സ്കെയിലറോ വെക്ടറോ ആവും. വെക്ടർ വാല്യൂഡ് ഫംഗ്ഷൻ്റെ ഇൻപുട്ട് എന്ന് പറയുന്നത് സ്കെയിലറും ആവും വെക്ടറും ആവും. അത് r⁻n എന്ന് പറയുന്ന സ്പേസിലായിരിക്കും. ഇനി അടുത്തതെന്ന് പറയുമ്പോൾ ഔട്ട്പുട്ട് എന്തായിരിക്കും, r⁻m-ലായിരിക്കും. അങ്ങനെയെങ്കിൽ ഫംഗ്ഷൻ എവിടെ നിന്ന് എവിടെ തൊട്ട് r⁻n തൊട്ട് r⁻m വരും. അത് ജസ്റ്റ് ജനറലി പറഞ്ഞു പോകുന്നേ ഉള്ളൂ. മാത്തമാറ്റിക്കൽ റെപ്രസെൻറ്റേഷൻ എന്ന് പറയുമ്പോൾ ഇപ്പോൾ f(h) ഉണ്ടെങ്കിൽ അതിൻ്റെ സബ് ഫംഗ്ഷൻസ് ആണല്ലോ f1. അതായത് ഇൻപുട്ട് അല്ലേ, നമ്മൾ ഈ f(h) എന്ന് പറയുന്നത് എന്താ ഇവിടെ ഇൻപുട്ടാണ്. f(h) എന്ന് പറയുമ്പോൾ ഇൻപുട്ട് അല്ല,
നമ്മുടെ എന്താ ആ ഒരു ഔട്ട്പുട്ട്, അതായത് നമ്മൾ എത്ര റോസ് വരും, ആറേ സ്റ്റെമ്മിലാണ് ഇത് ഇവിടെ ചെയ്യുന്നത്, ബിലോങ് ചെയ്തിരിക്കുന്നത്. ആറേ സ്റ്റെമ്മിൽ ബിലോങ് ചെയ്തിരിക്കുമ്പം അതായത് എഫ് ഓഫ് എക്സ് ആ ഒരു ഫംഗ്ഷൻ തന്നിരിക്കുന്ന ഫംഗ്ഷന്റെ കേസാണ് പറയുന്നത്. ഇൻപുട്ട് ഔട്ട്പുട്ട് ഒന്നുമില്ല, അത് ജസ്റ്റ് ഔട്ട്പുട്ട് ആറേ സ്റ്റെമ്മിലെ ഇൻപുട്ട് ആറേ സ്റ്റെമ്മിൽ, അങ്ങനെയെങ്കിൽ ഫംഗ്ഷൻ ആറേ സ്റ്റെം തൊട്ട് ആറേ സ്റ്റെം വരെ എന്ന് പറയുന്നേ ഉള്ളൂ. അങ്ങനെ ചിന്തിക്കണം, അങ്ങനെ ചിന്തിച്ചാൽ തെറ്റും. എഫ് ഓഫ് എക്സ് എന്ന് പറയുമ്പോൾ തന്നിരിക്കുന്ന ഫംഗ്ഷനെ നമുക്ക് കൺസിഡർ ചെയ്താൽ മതി. തന്നിരിക്കുന്ന ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ അതിന് ഓരോ സബ് ഫംഗ്ഷൻസ് ആയിട്ട് കാണുമല്ലോ, നമ്മൾ എഴുതുമല്ലോ, അത് പറഞ്ഞു വരുമ്പോൾ മനസ്സിലാവും. ഇപ്പം ടാൻ എക്സ്, ഇപ്പോൾ ഒരു ടാൻ എച്ച് എക്സ് എന്നോ എല്ലാം ഉണ്ടെങ്കിൽ എങ്ങനെ എഴുതുക, ടാൻ എച്ച് എച്ച് വൺ, ടാൻ എച്ച് എച്ച് ടു, ടാൻ എച്ച് എക്സ് ത്രീ, അങ്ങനെ അങ്ങനെ എത്ര എണ്ണം ഉണ്ടോ അത്രയാണ്. അതാ ഈ ലാസ്റ്റ് ടേം എന്തായിട്ട് എഴുതിയിരിക്കുന്നത്, എഫ് എം ഓഫ് എച്ച് എന്ന് എഴുതിയിരിക്കുന്നത്, അത് ബിലോങ്സ് ടു ആർ എം. ഇനി എച്ച് ഉണ്ടെങ്കിൽ എന്തായിരിക്കും, എച്ച് എന്ന് പറയുന്ന ഒരു വേരിയബിൾ ഉണ്ടെങ്കിൽ അതിനും കുറേ വേരിയബിൾ കാണുമല്ലോ, എന്താ എച്ച് വൺ എച്ച് ടു എച്ച് എന്ന് പറയുന്ന ഒരു വേരിയബിൾ കാണും. ഇത് ഇനി അടുത്തതെന്ന് പറയുമ്പം അതിൻ്റെ ഒരു എക്സാമ്പിൾ കൊടുത്തിരിക്കുന്നതേ ഉള്ളൂ. എക്സാമ്പിൾ കൊടുത്തിരിക്കുന്നത് വെച്ചാൽ എന്താ, എഫ് ഓഫ് എച്ച് വൈ ഉണ്ടെങ്കിൽ ഇപ്പം അതിന് രണ്ട് ഫംഗ്ഷനുണ്ട്, എച്ച് പ്ലസ് വൈയും എച്ച് മൈനസ് വൈയും ഉണ്ടെങ്കിൽ എന്താ, ആദ്യത്തേത് എഫ് വൺ ഓഫ് എച്ച് വൈയും രണ്ടാമത്തേത് എഫ് ടു ഓഫ് എച്ച് വൈ ആയിരിക്കും. ഇതൊക്കെ ജസ്റ്റ് മനസ്സിലാക്കിയാൽ മതി. ഗ്രേഡിയൻ്റ് എന്ന് പറയുമ്പോൾ എന്താ, ഡി എഫ് ബൈ ഡി എച്ച് ആണെങ്കിൽ എന്താ, ആ ഡി എഫ് ബൈ ഡി എച്ച് എന്ന് പറയുന്നത് എന്താ, ഓരോ വേരിയബിളിനോടും വിത്ത് റെസ്പെക്ട് ടു പാർഷ്യൽ ഡെറിവേറ്റീവ് എടുക്കണം. അതായത് ഡോ എഫ് ബൈ ഡോ എച്ച് വൺ, ഡോ എഫ് ബൈ ഡോ എച്ച് ടു, അങ്ങനെ ഡോ എഫ് ബൈ ഡോ എച്ച് വൺ. ഇനി ഇതിൽ ഒരു ടേം എന്ന് പറയുന്നത്, അതായത് ഡോ എഫ് ബൈ ഡോ എച്ച് വൺ എന്താ, അതായത് നമുക്കിവിടെ എൻ വേരിയബിൾസും ഉണ്ട് എം ഫംഗ്ഷൻസും ഉണ്ട്. അപ്പോൾ ഇപ്പം നമ്മൾ പറഞ്ഞ കേസ് എന്താ, ആ ഫംഗ്ഷനെ എൻ വേരിയബിൾസും കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്ന കേസാണ്. ഇനി തന്നിരിക്കുന്ന ഫംഗ്ഷൻ എത്ര എണ്ണം ഉണ്ട്, എം ഫംഗ്ഷൻസ് ഉണ്ട്. അപ്പോൾ അതെങ്ങനെ എഴുതാം, ഡോ എഫ് ബൈ ഡോ എച്ച് വൺ തന്നെ എങ്ങനെ എഴുതാം, ഡോ എഫ് വൺ ബൈ ഡോ എച്ച് വൺ, ഡോ എഫ് ടു ബൈ ഡോ എച്ച് വൺ, അങ്ങനെ ഡോ എഫ് വൺ ബൈ ഡോ എച്ച് വൺ വരെ എഴുതാം. അപ്പോൾ അതിൻ്റെ ടോട്ടൽ എക്സ്പാൻഷൻ എന്ന് പറയുന്നത് ഒരു എം ബൈ എൻ മെട്രിക്സ് ആയിരിക്കും. അതാ കൊടുത്തിരിക്കുന്നത്. ഈ മെട്രിക്സിന് പറയുന്ന പേരാണ് എന്ത്, ജക്കോബിയൻ മെട്രിക്സ്. ജക്കോബിയൻ മെട്രിക്സ് എന്ന് വെച്ചാൽ ഒന്നുമില്ല, കളക്ഷൻ ഓഫ് ഫസ്റ്റ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് ഓഫ് എ വെക്ടർ വാല്യൂഡ് ഫംഗ്ഷൻ. ഒരു വെക്ടർ വാല്യൂഡ് ഫംഗ്ഷൻ്റെ ഫസ്റ്റ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ്സിൻ്റെ കളക്ഷനാണ്. ഇത് പെട്ടെന്ന് എഴുതാനുള്ള ഒരു വഴിയെന്ന് വെച്ചാൽ ഒന്നുമില്ല, അതായത് റോസ് എല്ലാം എന്താ ഫങ്ഷൻസ്, അതായത് ഫസ്റ്റ് റോയിൽ ആരേ ഉള്ളൂ, എഫ് വണ്ണേ ഉള്ളൂ, സെക്കൻഡ് റോ എഫ് ടു, തേർഡ് റോ എഫ് ത്രീ, അങ്ങനെ എഫ് എം വരെ. ഇനി കോളംസ് എല്ലാം എന്താ വേരിയബിൾസാ, ഫസ്റ്റ് കോളം എച്ച് വൺ, സെക്കൻഡ് കോളം എച്ച് ടു, അങ്ങനെ എച്ച് എൻ വരെ. അപ്പോൾ അതിനോട് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി, പാർഷ്യൽ ഡെറിവേറ്റീവ്സ് ഇട്ട് കൊടുത്താൽ മതി. ഇനി ഫൈൻ ദ ജക്കോബിയൻ എന്ന് പറഞ്ഞൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഫൈൻ ദ ജക്കോബിയൻ ഓഫ് മൈനസ് ടു എച്ച് വൺ പ്ലസ് എച്ച് ടു മൈനസ് എച്ച് വൺ പ്ലസ് എച്ച് ടു. ഈ ഫസ്റ്റ് ഇക്വേഷൻ ജസ്റ്റ് എഴുതി വെച്ചതേ ഉള്ളൂ, അത് എഴുതിയില്ലെങ്കിൽ അത് സെക്കൻഡ് വൺ എഴുതണം. അതായത് ഇവിടെ നോക്കുമ്പോൾ 2/2 മെട്രിക്സാണ്. അപ്പോൾ എത്ര 2/2 മെട്രിക്സ് ഒരു ഇവിടെ വരുമ്പോൾ ഇവിടെ നമുക്ക് എന്താ പറയുക, രണ്ട് വേരിയബിൾസേ ഉള്ളൂ, എച്ച് വണ്ണും എച്ച് ടുവേ ഉള്ളൂ. അപ്പോൾ രണ്ട് കോളം വരും. എത്ര ഫംഗ്ഷൻ ഉണ്ട്, 2/2 മെട്രിക്സ് ആണോ, ഏത് ഓർഡറിലുള്ള മെട്രിക്സ് ആണോ യൂസ് ചെയ്യുന്നതെന്ന് എങ്ങനെ കണ്ടുപിടിച്ചാൽ മതി. എഫ് ഓഫ് എച്ചിനകത്ത് ഇപ്പോൾ എത്ര ഫംഗ്ഷൻ ഉണ്ട്, മൈനസ് ടു എച്ച് വൺ പ്ലസ് എച്ച് ടു, എച്ച് വൺ പ്ലസ് എച്ച് ടു. അപ്പോൾ രണ്ട് റോയേ ഉള്ളൂ. രണ്ട് റോയേ ഉള്ളെങ്കിൽ എന്താ, നമ്മുടെ ഡി എഫ് ബൈ ഡി എച്ചിനകത്തും രണ്ട് ഫംഗ്ഷനേ ഉള്ളൂ, അപ്പോൾ രണ്ട് റോ വരും. പിന്നെന്താ, എത്ര വേരിയബിൾസ് ഉണ്ട്, എച്ച് വണ്ണും ഉണ്ട് എച്ച് ടു ഉണ്ട്, അപ്പോൾ രണ്ട് കോളം വരും. അപ്പോൾ നമ്മുടെ മെട്രിക്സ് എന്താ 2/2. ഇനി നമ്മളാണെങ്കിൽ ഫംഗ്ഷൻ എഴുതി കൊടുക്കുക. അതായത് ഫസ്റ്റ് റോ എന്തിൻ്റെ ആയിരിക്കും, എഫ് വണ്ണിനും സെക്കൻഡ് റോ എഫ് ടുവിനും ആയിരിക്കും. അപ്പോൾ ഡോ എഫ് വൺ ബൈ ഫസ്റ്റ് കോളം എന്തിനായിരിക്കും, എച്ച് വണ്ണ്, സെക്കൻഡ് കോളം എന്തിനാ എച്ച് ടു. അപ്പോൾ എങ്ങനെ വരും, ഡോ എഫ് വൺ ബൈ ഡോ എച്ച് വണ്ണ്, പിന്നെ ഡോ എഫ് വൺ ബൈ ഡോ എച്ച് ടു, പിന്നെ ഡോ എഫ് ടു ബൈ ഡോ എച്ച് വണ്ണ്, ഡോ എഫ് ടു ബൈ ഡോ എച്ച് ടു. എന്നിട്ട് എന്ത് ചെയ്താൽ മതി, അതിനെ പാർഷ്യൽ ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടും. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് നെക്സ്റ്റ് എന്ന് പറയുന്ന ഒരു പ്രൂഫ് മാതിരിയുള്ള സാധനം, അത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു പോകും, അത് പഠിച്ചു വെക്കണം. Given f of x equal to ax, f of x belongs to Rm, a belongs to Rm by n, x belongs to Rn ആണെങ്കിൽ compute df by dx. ഇങ്ങനെ ഒരു 3 എണ്ണോളം വരുന്നുണ്ട് ഇതുമാതിരി പ്രൂഫ്. അങ്ങനെ വരുമ്പോൾ നമുക്ക് എന്തും ഇവിടെ കണ്ടുപിടിക്കേണ്ടത് df by dx. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, ഇതെന്ന് പറയുന്നത് ക്വസ്റ്റ്യനാണ്, പ്രൂഫ് എന്ന് പറയുന്നത് ക്വസ്റ്റ്യനാണ്. പക്ഷേ ഇതിന് ഈ ഒരു ഉത്തരവ് അത് നമ്മൾ എന്താ പറയുക, മനസ്സിലാക്കാൻ പറ്റുന്ന അത്രയും മനസ്സിലാക്കിയിട്ട് കാണാൻ പണം പഠിക്കുകയേ വഴിയുള്ളൂ. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ആ ഡി എഫ് ബൈ ഡി എക്സിൻ്റെ ഡയമെൻഷൻ കണ്ടുപിടിക്കണം. നമുക്ക് ഡയമെൻഷൻ എന്ന് പറയുന്നത് എന്താ, എ ഫ്രം ആർ ഈസ് ടെൻ ടു ആർ എം. കാരണം എച്ച് എവിടെയാണ് കിടക്കുന്നത്, ആർ എന്നിലാണ് കിടക്കുന്നത്. എഫ് ഓഫ് എച്ച് എവിടെ കിടക്കുന്നത്, ആർ എമ്മിലാണ് കിടക്കുന്നത്. അപ്പോൾ എവിടം തൊട്ട് എവിടെ വരെയാണ് ഫംഗ്ഷൻ, ആർ എൻ തൊട്ട് ആർ എം വരെ ആയിരിക്കും ഫംഗ്ഷൻ. ഇനി ഡയമെൻഷൻ അപ്പോൾ എങ്ങനെ എഴുതാം, ഡി എഫ് ബൈ ഡി എക്സിൻ്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത് എന്താ, ബിലോങ്സ് ടു ആർ റേസ് ടു എം ബൈ എൻ എന്ന് എഴുതാം. ഡി എഫ് ബൈ ഡി എക്സിൻ്റെ ഡയമെൻഷൻ. കാരണം ഫംഗ്ഷൻ എവിടെ നിന്നാണ്,
r(n) തൊട്ട് r(m) വരെയാണ്. അപ്പോൾ നേരെ തിരിഞ്ഞ് പറഞ്ഞാൽ മതി. ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് എന്താ? r(m/n). ഇനി നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത്രയും ഡയമെൻഷൻ എല്ലാം എഴുതി വെച്ച് കഴിയുമ്പം ഡിറ്റർമൈൻ ദ പാർഷ്യൽ ഡെറിവേറ്റീവ് ഓഫ് എഫ് വിത്ത് റെസ്പെക്ട് ടു എവരി എച്ച് ജെ ദാറ്റ് ഈസ് f(i)(x). ഇനി ഒരു ഇക്വേഷൻ എന്ന് പറയുന്നത് വിത്ത് റെസ്പെക്ട് ടു എച്ച് ജെ നമ്മൾ അതിൻ്റെ പാർഷ്യൽ ഡെറിവേറ്റീവ് എങ്ങനെ വരുമെന്നാണ് പറയുന്നത്. അതായത് നമ്മളോട് df/dx അല്ലേ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പം നമ്മൾ ഒരു എച്ച് ജെ എന്ന് പറയുന്ന ഒരു വേരിയബിൾ എടുക്കുക. അപ്പോൾ f(i)(x) എന്ന് പറയുന്നത് നമുക്ക് ഇങ്ങനെ എഴുതാം: സിഗ്മ j = 1 to n aij h j. അതെങ്ങനെ എഴുതിയെന്ന് വെച്ചാൽ ക്വസ്റ്റ്യൻ എന്തുവാ? f(x) = ax എന്നാണ് നമ്മുടെ ആ ഫോം കിടക്കുന്നത്. അപ്പോൾ നമ്മൾ അതിന് കുറച്ച് എക്സ്ട്രാ വേരിയബിൾസ് കൂടി ഇട്ട് കൊടുത്തതേ ഉള്ളൂ. f(i)(x) = ഇതെന്ന് പറയുന്ന ഒത്തിരി ടേംസ് ഇല്ലേ, അപ്പോൾ അതുകൊണ്ടാണ് സമ്മേഷൻ കൊടുക്കുന്നത്. സമ്മേഷൻ j = 1 to എവിടം വരെ ഉണ്ട്? n വേരിയബിൾസ് aij × h j. aij എന്ന് കൊടുക്കാൻ പറഞ്ഞിരിക്കുന്ന ആ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഒരു മെട്രിക്സ്, അതുകൊണ്ടാണ് aij എന്ന് കൊടുത്തിരിക്കുന്നത്. എച്ച് ജെ എന്ന് പറയുന്ന ഒരു വേരിയബിൾ, അപ്പം ജെ മാത്രമേ എടുത്തുള്ളൂ. ഇനി നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഈ f(i)(x) വിത്ത് റെസ്പെക്ട് ടു എച്ച് ജെ ഡിഫറൻഷ്യേറ്റ് ചെയ്യും. അപ്പോൾ f(i)(x) ഡിവൈഡഡ് ബൈ എച്ച് ജെ ഉണ്ട്, ഡിവൈഡഡ് ബൈ എച്ച് ജെ. അപ്പോൾ f(i)(x) ഡിവൈഡഡ് ബൈ എച്ച് ജെ എന്ന് പറയുമ്പോൾ ആ ഫംഗ്ഷനെ എച്ച് ജെ കൊണ്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ എന്താ? aij എന്ന് പറയുന്ന ഒരു കോൺസ്റ്റൻറ്റ് മെട്രിക്സ്. അപ്പോൾ ആ മെട്രിക്സ് പുറത്തോട്ട് വരും. എച്ച് ജെ കൊണ്ട് തന്നെ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് എന്ത് വരും? 1 വരും. അപ്പോൾ aij ആണ് നമ്മുടെ ആൻസർ. ഇനി df/dx പാർഷ്യൽ ഡെറിവേറ്റീവ്സ് എഴുതാമല്ലോ. അതായത് നമ്മൾ ജനറലൈസ് ചെയ്ത് ജക്കോബിയൻ മെട്രിക്സ് എഴുതുക. f(1)(x1), f(1)(x2), അങ്ങനെ നമ്മൾ ജനറലായിട്ട് m/n മെട്രിക്സ് എഴുതി വെക്കുന്നു. ഇനി m/n മെട്രിക്സ് എഴുതി കഴിഞ്ഞാൽ നമ്മൾ എന്താ പറഞ്ഞത്? f(i)(x) ഡിവൈഡഡ് ബൈ എച്ച് ജെ എന്ന് പറയുന്നത് എന്താ? aij ആന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് അത് വെച്ചിട്ട് എഴുതാമല്ലോ ഏതൊക്കെ ടേംസ് ആണ്. അതായത് f(i)യുടെ സ്ഥാനത്ത് ഇവിടെ എന്താ? f(1)(h)യുടെ സ്ഥാനത്ത് എന്തുവാ? h(1). അപ്പോൾ എന്ത് കൊടുക്കാം? a11. അടുത്ത അപ്പോൾ എന്ത് വരും? a12. അങ്ങനെ മെട്രിക്സ് മാതിരി എഴുതി കൊടുത്താൽ മതി. ഇനിയും അടുത്ത ഒരു ക്വസ്റ്റ്യനാണ്. കൺസിഡർ ഫംഗ്ഷൻ h from r to r given h of t is equal to f composition of g t f from r square to r g from r to r square and f of s is equal to exponent of h1 h square where h equal to h1 h2 equal to t cos t t sin t. Compute gradient of h with respect to t. നമുക്ക് ഗ്രേഡ് ഓഫ് h with t പറയുമ്പോൾ എന്താ? ഡെൽ എച്ച് എന്ന് പറയുന്നത് എന്താ? dh/dt. dh/dt ഡയറക്റ്റ് ഇവിടെ കണ്ടുപിടിക്കാൻ നോക്കുമോ? ഇല്ല. എച്ചിനകത്ത് ഡയറക്റ്റ് ആയിട്ട് ആര് കിടപ്പ്? നമുക്ക് എച്ചിനകത്ത് ഡയറക്റ്റായിട്ട് നമുക്കാണെങ്കിൽ ടി എടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ h of t equal to f കോമ്പോസിഷൻ ചെയ്യുന്നതാണ് കൊടുത്തിരിക്കുന്നത്. എഫ് കോമ്പോസിഷൻ ചെയ്യുന്ന പറയുമ്പോൾ ജിക്കകത്ത് ആക്ച്വൽ ടി കിടക്കുന്നത്. അപ്പം നമ്മൾ എങ്ങനെ എടുക്കണം? f/x ഇൻറ്റു ആരാ? x/t. അതായത് എച്ചിനകത്താണ് ടി കിടക്കുന്നത്. അപ്പോൾ നമ്മൾ f/x എഫിനകത്ത് ഡയറക്റ്റ്ലി എന്ത് കിടപ്പില്ല? എഫിനകത്ത് ഡയറക്റ്റ്ലി ടി കിടപ്പില്ല. നമുക്ക് കണ്ടുപിടിക്കും. ഇവിടെ കോമ്പോസിഷനാണ്. അതായത് അത് കുറച്ച് കൺഫ്യൂസ്ഡ് ആവും. അതായത് എച്ച് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഉണ്ട്, അത് ടിയിലാന്ന് പറയുന്നുണ്ട്. പക്ഷേ എച്ച് എന്തുവാ? എഫ് കോമ്പോസിഷൻ ജിയാണ്. അത് ടിയിലാണ് ആ ഫംഗ്ഷൻ, പക്ഷേ ഡയറക്റ്റ്ലി ടിയിലല്ല. എഫിൻ്റെ ജിയുടെ കോമ്പോസിഷനാണ്. ഒരു കോമ്പിനേഷൻ എന്ന് ഇപ്പം അങ്ങ് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ അങ്ങനെ രണ്ട് ഫംഗ്ഷൻസിൻ്റെ കോമ്പിനേഷൻ വരുമ്പോൾ എഫ് ഓഫ് എക്സിനകത്ത് എന്താ? എക്സ്പോണൻ്റ് ഓഫ് h1 h2 സ്ക്വയർ. അവിടെ ടി ഉണ്ടോ? ഇല്ല. എച്ച് ഈക്വൽ ടു h1 h2 ഈക്വൽ ടു ജി ഓഫ് ടി ഈക്വൽ ടു ടി കോസ് ടി ടി സൈൻ ടി എന്ന് കൊടുത്തിട്ടുണ്ട്. അത് കൺഫ്യൂസ് ചെയ്യാൻ വേണ്ടി അങ്ങനെ ഒരു 2-3 സാധനം വെച്ച് തന്നേ ഉള്ളൂ. ജി ഓഫ് ടി എന്ന് പറയുന്നത് ടി കോസ് ടി ടി സൈൻ ടി. അതായത് ജിക്കകത്ത് ആരുണ്ട്? ടി ഉണ്ട്. അപ്പോൾ നമ്മുടെ dh/dt എന്ന് പറയുന്നത് എങ്ങനെ എഴുതാം? എഫിനകത്ത് ആരോ ഉള്ളത്? എച്ച് ഇൻറ്റു x/എച്ചിനകത്ത് ആരുണ്ട്? ടി ഉണ്ട്. അതായത് ജി ഓഫ് ടി എന്ന് പറയുന്ന എച്ച് ആണെന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ h/t. ഇനിയും ഈ ഒരു എത്ര ഫംഗ്ഷൻ ഉണ്ട് നമുക്കിവിടെ? h1 h2 രണ്ട് വേരിയബിളും ഉണ്ട്. രണ്ട് വേരിയബിൾസ് ഇവിടെ h1 ഉണ്ട് h2 ഉണ്ട്. അപ്പോൾ എങ്ങനെ എഴുതാം? f/x എങ്ങനെ എഴുതാം? f/x1 f/x2. h/t എങ്ങനെ എഴുതാം? h1/t എന്നും h2/t എന്നും. ഇനിയും അത് ആ ഒരു ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. എഫിനെ നമ്മൾ എന്ത് ചെയ്യുക? h1 h2 ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. പിന്നെ നമ്മളാണെങ്കിൽ എന്താ? h1 h2 തന്നിട്ടുണ്ടല്ലോ. ഏത് h1 ഏതാ? ടി കോസ് ടി. h2 എന്തുവാ? ടി സൈൻ ടി. അതിനെയും ഡിഫറൻഷ്യേറ്റ് ചെയ്ത് എടുക്കുക.
അതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്തിരുന്നു. ഡിഫറൻഷ്യേറ്റ് ചെയ്ത് അതായത് നമ്മൾ എന്താ ആ ഒരു H1 H2 ജി ഓഫ് ടി ഈക്വൽ ടു ടി കോസ് ടി ടി സൈൻ ടി എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനെ വിത്ത് റെസ്പെക്ട് ടു ടി ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ മതി പ്രോഡക്റ്റ് റൂൾ വെച്ചിട്ട്. എന്നിട്ട് നമുക്ക് ആ ഒരു മെട്രിക്സ് ഇടും. മെട്രിക്സ് കിട്ടി കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക, മെട്രിക്സ് ആഡ് ചെയ്യുന്ന മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ അറിയാമല്ലോ, മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ വെച്ചിട്ട് ആഡ് ചെയ്ത് ഒറ്റ ടേമായിട്ട് എഴുതിയിട്ടുള്ളതേ ഉള്ളൂ. ഫൈനലി അതിൻ്റെ ഡയമെൻഷൻ 1/1 കാരണം എന്താ ഫസ്റ്റ് റോ ഇൻറ്റു ഫസ്റ്റ് കോളം അങ്ങനെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തെടുത്താൽ മതി. അത് മനസ്സിലായല്ലോ. അതായത് ആ ഫസ്റ്റ് ടേം ഏതാ, എക്സ്പോണൻ്റ് ഓഫ് x1 x സ്ക്വയർ ഇൻറ്റു x2 സ്ക്വയർ ഇൻറ്റു ആ അതായത് ഇതിൻ്റെ ഫസ്റ്റ് കോളത്തിനെ നമ്മൾ എന്ത് ചെയ്തു, മറ്റേൻ്റെ ഫസ്റ്റ് റോയോട് ആഡ് ചെയ്തു. പോസിറ്റീവ് മൈനസ് ആഡ് ചെയ്യല മൾട്ടിപ്ലൈ ചെയ്തു. ഫസ്റ്റ് മെട്രിക്സിൻ്റെ ഫസ്റ്റ് കോളം ഇൻറ്റു സെക്കൻഡ് മെട്രിക്സിൻ്റെ ഫസ്റ്റ് റോ പ്ലസ് സെക്കൻഡ് കോളം ഇൻറ്റു സെക്കൻഡ് റോ അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്തു. അതറിയാമല്ലോ. പിന്നെ 1/1 ഇത്രയേ ഉള്ളൂ ഗ്രേഡിയൻ്റ് ഓഫ് വെക്റ്റർ വാല്യൂഡ് ഫംഗ്ഷൻ. കുറച്ച് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. അതിനകത്ത് വരുന്ന അല്ലാത്ത ജനറലി വെക്റ്റർ വാല്യൂഡ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഈ ടൈപ്പാണ്. വന്നാൽ ഇങ്ങനെ ആ ഒരു രീതിക്ക് ചെയ്ത് പഠിച്ചാൽ മതി. ഇനി ഗ്രേഡിയൻ്റ് ഓഫ് മെട്രിസിസ്. ഗ്രേഡിയൻ്റ് ഓഫ് മെട്രിസിസ് രണ്ട് തരമുണ്ട്. ഗ്രേഡിയൻ്റ് ഓഫ് വെക്റ്റർ വിത്ത് റെസ്പെക്ട് ടു മെട്രിസിസ് ഉണ്ട്, ഗ്രേഡിയൻ്റ് ഓഫ് മെട്രിസിസ് വിത്ത് റെസ്പെക്ട് ടു മെട്രിസിസ് ഉണ്ട്. അതായത് മെട്രിക്സിനെ മെട്രിക്സ് കൊണ്ട് തന്നെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നുണ്ട്, വെക്റ്ററിനെ മെട്രിക്സ് കൊണ്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നുണ്ട്. ഇനി ഇവിടെ അതേപോലെ ഒരു പ്രൂഫ് മാതിരിയുള്ള രണ്ടെണ്ണം വരുന്നുണ്ട്. കൺസിഡർ എഫ് ഈക്വൽ ടു എച്ച്, എഫ് ബിലോങ്സ് ടു ആർ എം, എ ബിലോങ്സ് ടു r(m)(n), h belongs to r(n), ഫൈൻഡ് df/da. ഇത് നേരത്തെ പറഞ്ഞ വെക്റ്റർ വാല്യൂഡിൻ്റെ ആണെങ്കിൽ ഇതിപ്പം പറയാൻ പോകുന്നത് ആരാ, മെട്രിക്സിൻ്റെയാണ്. അപ്പോൾ ഫസ്റ്റ് ഡിറ്റർമൈൻ ദ ഫംഗ്ഷൻ. ആദ്യമേ ഫംഗ്ഷൻ എഴുതിയതാ മെട്രിക്സിൻ്റെ കേസ് വരുന്നതുകൊണ്ടാണ് r(m)(n) ടു r(n) എന്ന ഫംഗ്ഷൻ വന്നിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്താ, ഡയമെൻഷൻ ഓഫ് df/d എന്ന് പറയുന്നത് നേരെ തിരിച്ച് m ഇൻറ്റു m/n. ഇനി അടുത്തത് നേരത്തെ ഇതുപോലെ തന്നെ എല്ലാം ഏകദേശം സെയിം രീതിയാണ്, ചെറിയ ചെറിയ വ്യത്യാസം വരുന്നതേ ഉള്ളൂ. അത് നേരത്തെ ഇതുപോലെ തന്നെ എഫ് എ എച്ച് എന്നുള്ളത് FI ഓഫ് എച്ച് സിഗ്മ ജെ ഈക്വൽ ടു 1, NaIj ഇവിടെ HJ എന്ന് പറയുന്നതിന് വരെ HQ എന്നാണ് എടുത്തിരിക്കുന്നതേ ഉള്ളൂ. പിന്നെ ഇവിടെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നത് എന്തുവാ, വിത്ത് റെസ്പെക്ട് ടു AIJ. അങ്ങനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യാനുള്ള റീസൺ എന്താ, നമ്മുടെ ഇവിടെ ഫസ്റ്റ് കേസ് എന്താ പറഞ്ഞത്, വെക്റ്ററിനെ മെട്രിക്സും കൊണ്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്ന കേസാണ് പറഞ്ഞത്. അപ്പോൾ ഇവിടെ മെട്രിക്സ് ആരാ, AIJ കൊണ്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ ബാക്കി എന്താ വരുന്നത്, HQ വരത്തുള്ളൂ. അപ്പോൾ HQ വന്നു. HQ വന്നു കഴിയുമ്പോൾ എന്താ, ∂Fi ഓഫ് എച്ച് ഡിവൈഡഡ് ബൈ ഇനി AIJ കൊണ്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്തപ്പം HQ എന്ന് വന്നെന്ന് പറഞ്ഞു. ഇനി AIJ കൊണ്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്തപ്പോൾ HQ വന്നെന്ന് പറഞ്ഞു. നെക്സ്റ്റ് എന്ന് പറയുമ്പോൾ ∂Fi ഓഫ്, അതായത് ജനറലൈസ് ചെയ്ത് കുറച്ചുകൂടെ ജനറൽ ആക്കി പറയുന്നത് ∂Fi ഓഫ് എച്ച് ബൈ AI എന്ന് പറയുന്നത് H ട്രാൻസ്പോസ് ആയിരിക്കും. H ട്രാൻസ്പോസ് എന്ന് പറയുമ്പോൾ H1 H2 അപ് ടു HN എന്നുള്ള ഒരു വെക്ടർ ആയിരിക്കും അവിടെ വരുന്നത്. H1 H2 HN എന്ന് പറയുന്നൊരു വെക്ടർ ആയിരിക്കും വരുന്നത്. അപ്പം ആ ഒരു ജനറലൈസ് ചെയ്ത് കേസ് പറഞ്ഞതേ ഉള്ളൂ. ആ ഒരു ജനറൽ കേസ് ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. അതായത് നമ്മൾ അത് ജസ്റ്റ് ആ ഒരു സെൻറ്റൻസ് എന്ന് പറയുന്നത് ഇങ്ങനെ, അതായത് നമുക്കിപ്പോൾ F1 എന്നൊരു ഫംഗ്ഷൻ ഉണ്ടെന്ന് വിചാരിക്കുക, F1 ഓഫ് എച്ച്, പിന്നെ മെട്രിക്സ് A11 A12 അങ്ങനെ 1 തുടങ്ങുന്ന വെച്ച് ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെ കിട്ടുന്നത്, H1 നേടാ സൈഡിൽ എഴുതിയിട്ടുണ്ട്, H1 H2 HN അങ്ങനെയല്ലേ കിട്ടുന്നത്. ആ കാര്യമാണ് അത് എഴുതി വെച്ചിരിക്കുന്നത്. അതായത് ∂Fi ഓഫ് എച്ച്, ഒരു F1 ഓഫ് എച്ചിനെ A1 കൊണ്ട്, അതായത് A11 A12 A1n അങ്ങനെ വരെ അത്രയും ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് കിട്ടുന്നത്, H ട്രാൻസ്പോസ് എന്ന് പറയുന്ന ഒരു വെക്ടർ, അതായത് H1 H2 HN വരെയാണ് കിട്ടുന്നത്. അതിനൊരു വെക്ടറാക്കി എഴുതിയെന്നേ ഉള്ളൂ. ഇനിയും ഇതല്ലാതെ, അതായത് നമുക്ക് K നോട്ട് ഈക്വൽ ടു I ആണെങ്കിൽ, അതായത് ഇപ്പോൾ F1 ഓഫ് എച്ചിനെ നമ്മളാണെങ്കിൽ വേറെ എന്തെങ്കിലും കൊണ്ട്, അതായത് ഇപ്പം ആ ഒരു എന്താ പറയുക, അതെന്തുവാന്ന് പറയാം, ജസ്റ്റ് ഇപ്പം മനസ്സിലാക്കി വെക്കുക. അത് നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് എഴുതുമ്പോൾ മനസ്സിലാവും. K നോട്ട് ഈക്വൽ ടു I, അതായത് AI വരുമ്പോൾ H1 H2 അപ് ടു HN ആണെന്ന് പറഞ്ഞു. അപ്പോൾ I അല്ലെങ്കിൽ എന്താ, K നോട്ട് ഈക്വൽ ടു I അല്ലെങ്കിൽ എന്താ, അത് 0 ആയിരിക്കും. 0 വെക്ടർ ആണെന്ന് വിചാരിക്കുക. അപ്പോൾ 0 ട്രാൻസ്പോസ്, അപ്പം ജനറലി ∂Fi ഓഫ് എച്ച് ബൈ ∂A എന്ന് പറയുന്നത് ഈ കുറേ എലമെൻറ്റ്സ് എന്താ തുടക്കത്തിൽ 0 വരും, പിന്നെ ഇടയ്ക്ക് ആര് വരും, ഒരു H ട്രാൻസ്പോസ്.
അതായത് H1 H2 Hn വരും, പിന്നെ വീണ്ടും 0 വരും. അത് ജനറലായിട്ട് എഴുതിയിരിക്കുന്നതേ ഉള്ളൂ. ജനറൽ അത് ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പം നമുക്ക് എന്താ പറയുക, F2 എന്ന് പറയുന്നൊരു ഫംഗ്ഷനെ ഇപ്പം എന്താ 1 3 കൊണ്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ ഒക്കുമോ? ഇല്ല. F2 എന്ന് പറയുന്നൊരു ഫംഗ്ഷനെ A1 3 കൊണ്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ ഒക്കത്തില്ല. അതായത് സെയിം ടേംസ് അല്ലല്ലോ, സെയിം ടേംസ് ഒന്നും ഇല്ലാത്തപ്പോൾ എന്താ, അതായത് ആ ഒരു A1 3 എന്നുള്ളതുമായിട്ട് ബന്ധപ്പെട്ട് എന്താ A1 A1, അതായത് നമുക്ക് F(H2) അല്ലേ A1 3 കൊണ്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നത്. അപ്പം നമുക്ക് അവിടെ എന്താ F(H1) ഇല്ലല്ലോ അവിടെ, അതായത് H1 ഉള്ള ഒരു ഫംഗ്ഷൻ അവിടെ ഇല്ല. അങ്ങനെയെങ്കിൽ എന്താ ബാക്കിയുള്ളത് കോൺസ്റ്റൻസാണ്. അപ്പോൾ എന്ത് വരും? 0 ട്രാൻസ്പോസ് വരും. അതാണ് അവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. അതായത് ആ ഒരു കറസ്പോണ്ടിങ് A1 തുടങ്ങുന്ന സാധനം അല്ലാതെ ബാക്കി എന്ത് വന്നാലും ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ 0യും, A1 ഉള്ളിടത്തെല്ലാം എന്ത് വരും? H1 H2 Hn വരും. അതാണ് H ട്രാൻസ്പോസ് എന്ന് പറയുന്നത്. ഇനി വീണ്ടും ആ സാധനം അതേപടി അങ്ങ് എഴുതിയെന്നേ ഉള്ളൂ. DF/DA എന്ന് പറയുന്നത് എന്തായിരിക്കും? dF1(H)/DO F2(H)/DO അങ്ങനെ m റോസ് വരും. പിന്നെന്തുവാ, പിന്നെ നമ്മളെന്ന് പറയുന്നത് പിന്നെന്തോ എഴുതി വെച്ചേക്കുന്നതെന്ന് വെച്ചാൽ, വീണ്ടും നമ്മളിവിടെ മെട്രിക്സ് കൊണ്ടാണല്ലോ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നത്. അപ്പം ആ ടേംസ് എഴുതിയെന്നേ ഉള്ളൂ. A11 കൊണ്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നു. നേരത്തെ വന്നപ്പോൾ എന്തായിരുന്നു? വേരിയബിൾ ആയിരുന്നു. അതായത് നേരത്തെ ഇവിടെ എന്തുവാ? H1 H2 Hn, അതായത് അത് വെക്ടർ കൊണ്ട് തന്നെയായിരുന്നു. ഇവിടെ വെക്ടറിനെ എന്തുകൊണ്ടാണ്? മെട്രിക്സും കൊണ്ട്. അതുകൊണ്ടാണ് A11 A2 എന്ന് പറഞ്ഞ് എഴുതിയിരിക്കുന്നത്. അങ്ങനെ ഓരോന്നും വരും. അതായത് ഈ DF/DAക്കകത്ത് F1(H)/DA ഉണ്ട്, F2/DA ഉണ്ട്. ആ ഓരോന്നും ഓരോ മെട്രിക്സ്, അതായത് മെട്രിക്സിനകത്ത് മെട്രിക്സ്. F1(H)/DA എന്ന് പറയുന്ന ഈ ഒരു ഫസ്റ്റ് ടേം ഈ ഒരു മെട്രിക്സ് ആക്കി എഴുതിയിരിക്കുന്നത് ഉണ്ട്. F1(H)/DA എന്ന് പറയുന്നത് എന്തായിരിക്കും? അതൊരു മെട്രിക്സ് ആയിരിക്കും. അതെങ്ങനെ എഴുതുന്നത്? ആ F1(X)നെ ആ ഒരു A11 A12 A1n A2n അങ്ങനെ ആ ഒരു മെട്രിക്സ് കൊണ്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്തിട്ടുള്ള വാല്യൂ. അത് ജസ്റ്റ് എഴുതിയിരിക്കുന്നുള്ളൂ. ഇവിടെ വരെയാണ് അതിൻ്റെ പ്രൂഫ് എന്ന് പറയുന്നത്. ഇവിടെ വരെ ഈ ഒരു പോർഷൻ വരെയാ അതിൻ്റെ ആ ഒരു പ്രൂഫ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്ന രീതികളാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഒരു സ്കെയിലർ ഉണ്ടെങ്കിൽ ആ സ്കെയിലറിനെ വെക്ടറും കൊണ്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്യാം, സ്കെയിലറും കൊണ്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്യാം, മെട്രിക്സും കൊണ്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്യാം. അതാണ് അവിടെ എഴുതിയിരിക്കുന്നത്. (y/x) എന്ന് പറയുമ്പോൾ എന്താ? സ്കെയിലറിനെ സ്കെയിലറും കൊണ്ട്. (y/x) ആ ഒരു ആരോ വരുന്ന എന്തുവാ? വെക്ടർ. അപ്പം സ്കെയിലറിനെ വെക്ടറും കൊണ്ട്. അടുത്ത (H) എന്തുവാ? മെട്രിക്സും കൊണ്ട്. അതേപോലെ തന്നെ വെക്ടറിനെയും എന്ത് ചെയ്യാം? സ്കെയിലർ കൊണ്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്യാം, വെക്ടർ കൊണ്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്യാം, മെട്രിക്സ് കൊണ്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്യാം. മെട്രിക്സിനെ എന്താ? അതേപോലെ തന്നെ സ്കെയിലർ കൊണ്ട്, വെക്ടർ കൊണ്ട്, മെട്രിക്സ് കൊണ്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്യാം. നമുക്കിവിടെ എന്താ പഠിക്കാനുള്ളത്? വെക്ടറിനെ മെട്രിക്സ് കൊണ്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്യാനുള്ളതും മെട്രിക്സിനെ മെട്രിക്സ് കൊണ്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്യാനുള്ളത്. ഇനി അതിൻ്റെ ഈ പ്രൂഫിൻ്റെ അത്രയും കഷ്ടപ്പാടൊന്നുമല്ല പ്രോബ്ലം എളുപ്പം, പ്രൂഫാണ് കഷ്ടപ്പാട്. പ്രോബ്ലം എളുപ്പം. അതായത് ഫൈൻഡ് ദ ഗ്രേഡ്. ഇപ്പോൾ ഒരു മെട്രിക്സ് തന്നിട്ടുണ്ട്. H=H0 H2 H1 H3. അങ്ങനെയെങ്കിൽ എന്തെങ്കിലും ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്താൽ മതി? ആ എലമെൻറ്റ് വിത്ത് റെസ്പെക്ട് ടു ആ എലമെൻറ്റ്സ് ആ തന്നിരിക്കുന്ന ഫംഗ്ഷനെ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ മതി. അതെന്തോ സംഭവം എന്ന് വെച്ചാൽ ഈ ക്വസ്റ്റ്യൻ പറയുമ്പോൾ മനസ്സിലാവും. അതായത് y എന്ന് പറയുന്നൊരു ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. 4h3 + 3h2 + 2h1 + h0. അതിനെ എന്തുകൊണ്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ പറഞ്ഞത്? H=H0 H2 H1 H3 എന്ന് പറയുന്ന മെട്രിക്സും കൊണ്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്യാണ്. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്നത് എന്തോ ഒരു സ്കെയിലറാണ്. അപ്പം (y/) എന്തുകൊണ്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്യണം? മെട്രിക്സ് കൊണ്ട്. H. അപ്പോൾ (y/(H)) (y/(H2) (y/(H1) അത് തന്നിരിക്കുന്ന ഫംഗ്ഷനെ H0 കൊണ്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്യുക, H2 H1 H3 കൊണ്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. അപ്പോൾ എങ്ങനെ വരും? വിത്ത് റെസ്പെക്ട് ടു H0 ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പം വിത്ത് റെസ്പെക്ട് ടു H0 ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ എങ്ങനെയാണ്? H0 ഉള്ള ഒറ്റ ടേമേ ഉള്ളൂ. ഏതാ? +x0. അപ്പോൾ 1 വരും. പിന്നെ ഏതാ ഉള്ളത്? നെക്സ്റ്റ് H2 വരുമ്പോൾ 3h2. അപ്പോൾ 3 വരും. അടുത്ത 2h1 2 വരും. പിന്നെ 4h3 എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? അതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ 4 വരും. അങ്ങനെ നെക്സ്റ്റ് എന്ന് പറയുമ്പോൾ ഇതേപോലെ തന്നെ, പക്ഷേ ഒരു വെക്ടറാണ് തന്നിരിക്കുന്നത്. വെക്ടർ തന്നിരിക്കുന്ന കേസിൽ മെട്രിക്സ് കൊണ്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്യാണ്. അപ്പോൾ വെക്ടർ തന്നിരിക്കുന്ന സ്ഥിതിക്ക് എങ്ങനെയാണ്? (y/H0) അങ്ങനെ എഴുതുക ഇക്വേഷൻ. എന്നിട്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ ഇത് വെക്ടർ ആയതുകൊണ്ട്
നമുക്ക് സീറോ ഉള്ള സീറോ എന്ന് ഇട്ട് കൊടുക്കണം. അതായത് ആ ഫുൾ വെക്ടറിനെയാണ് നമ്മൾ H0 കൊണ്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്തു, H2 കൊണ്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നു, H1 കൊണ്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നു, H3 കൊണ്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നു. അപ്പോൾ H0 കൊണ്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ എങ്ങനെയാണ്? H0 രണ്ടിനകത്തുകൊണ്ട് ഇല്ല, ഒരെണ്ണത്തിനകത്തേ ഉള്ളൂ. ഏതാ? e⁻H0 അപ്പോൾ അത് തന്നെ വരും e⁻H0 പിന്നെ H0 ഒന്നുകൂടെ ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. ആരെയും കൊണ്ട്? H0 കൊണ്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ എന്ത് വരും? H1 കോൺസ്റ്റന്റ്. അപ്പോൾ H1 ഇൻറ്റു e⁻H0 വരും. സെക്കൻഡ് ടേമിനകത്ത് ആരില്ല? H0 ഇല്ല. അപ്പോൾ അവിടെ സീറോ ഇട്ടിട്ട് ആ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യണം. അതായത് ഒരു വെക്ടർ ആകുമ്പോൾ അങ്ങനെ സീറോയും കൂടെ കൊടുക്കണം. അങ്ങനെ 4 എണ്ണവും വരും. ഇനി മെട്രിക്സിനെ മെട്രിക്സ് കൊണ്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്താ? മെട്രിക്സിനകത്ത് മെട്രിക്സ് വരും. അതായത് ആ മൊത്തം മെട്രിക്സിനെ H0 കൊണ്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്യുക, H1 കൊണ്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്യുക, H2 കൊണ്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്യുക, അങ്ങനെ. ഇനി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞ് കുറച്ച് തന്നിട്ടുണ്ട്. അതെന്ന് പറയുന്നത് ഈ ഒരു ഗ്രേഡിയൻറ്റിൻ്റെ ബേസിസിലാണ്. ഒരു ഫംഗ്ഷൻ തന്നിട്ടുണ്ട് f(x, y, z) ഈക്വൽ ടു hy e⁻r. എന്ന് പറയുന്നത് x² + z² - 5. ഒരു പോയിന്റ് തന്നിട്ടുണ്ട് 1, 3, -2. അങ്ങനെയെങ്കിൽ ഗ്രേഡിയൻറ്റ് കണ്ടുപിടിക്കാം. ∇f എന്താണെന്ന് അറിയാമല്ലോ? ∂f/∂h, ∂f/∂y, ∂f/∂z. ഇനി തന്നിരിക്കുന്ന ഫംഗ്ഷൻ xy z ആണെന്ന് പറയുന്നുണ്ടെങ്കിൽ അത് എങ്ങനെയാണ് കിടക്കുന്നത്? hy e⁻r കിടക്കുന്നത്. അപ്പോൾ r എന്ത് ചെയ്യണം? പക്ഷെ r എന്താണെന്ന് തന്നിട്ടുണ്ട്, എന്താ? x² + z² - 5. അപ്പോൾ ഒന്നുമില്ല, ആറിൻ്റെ സ്ഥാനത്ത് ആ x² + z² - 5 ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തിട്ട് ∂f/∂h കണ്ടുപിടിക്കുക, ∂f/∂y കണ്ടുപിടിക്കുക, ∂f/∂z കണ്ടുപിടിക്കുക, ∇f എഴുതുക, പോയിന്റ് ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ഉത്തരം വേണം. നെക്സ്റ്റ് എന്ന് പറയുന്നത് പാർഷ്യൽ ഡെറിവേറ്റീവ് കണ്ടുപിടിച്ചിട്ട് ഗ്രേഡിയൻറ്റ്. അങ്ങനെ നോക്കുമ്പോൾ സെപ്പറേറ്റ് ∂f/∂h, ∂f/∂y, ∂f/∂z ഇത് കണ്ടുപിടിക്കുന്നതായിട്ട് കാണിച്ചിട്ട് പിന്നെ ആ ഒരു ഗ്രേഡിയൻറ്റിനകത്തോട് ഇടുന്നതായിട്ട് കാണിക്കുക. ഇനി അടുത്തതെന്ന് പറയുമ്പം df/dx കണ്ടുപിടിക്കണം. പക്ഷേ ഇവിടെ എന്താ? f(x) = 1 - 1 3 0 2 1 -4 3 -4 3 4 ഇൻറ്റു എക്സ് എന്താണെന്ന് തന്നിട്ടുണ്ട്? H1 H2 H3 ആണെന്ന് തന്നിട്ടുണ്ട്. ഇവിടെ കണ്ടുപിടിക്കുന്നത് എന്താ? df/dx. ഇതെന്ന് പറയുമ്പോൾ 3 4 എക്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ എക്സ് എന്തുവാ? H1 H2 H3. അപ്പോൾ അത് ചേർത്തെഴുതി കഴിഞ്ഞിട്ട് നമ്മൾ സാധാരണ രീതി H1 H2 H3 വെച്ചിട്ട് ഇക്വേഷൻ എഴുതത്തില്ലേ? അതുമാതിരി ആ മെട്രിക്സിനെ ആ കോളം വെക്ടറിനോട് മൾട്ടിപ്ലൈ ചെയ്ത് ഇക്വേഷൻ ആക്കി എഴുതുമ്പോൾ 3 ഫംഗ്ഷൻ കിട്ടും. അതിനെ f1 f2 f3 എന്ന് ഇടുക. എന്നിട്ട് ജക്കോബിയൻ മെട്രിക്സ് പോലെ ∂f/∂h = ∂f1/∂h1 ∂f1/∂h2 അങ്ങനെ അത് ഡിഫറൻഷ്യേറ്റ് ചെയ്ത് എഴുതുമ്പോൾ നമുക്ക് ആ ഫസ്റ്റ് ഉള്ള മെട്രിക്സ് തന്നെ വീണ്ടും കിട്ടും. ജക്കോബിയൻ മെട്രിക്സ് എന്ന് പറയുമ്പോൾ എങ്ങനെ എളുപ്പത്തിൽ എഴുതാൻ ഞാൻ പറഞ്ഞ എന്താ? റോ എല്ലാം ഫംഗ്ഷൻസ്, അതായത് ഫസ്റ്റ് റോ f1, സെക്കൻഡ് റോ f2, കോളം എങ്ങനെ? ഫസ്റ്റ് കോളം h1, സെക്കൻഡ് കോളം h2 അങ്ങനെ എഴുതി പോയാൽ മതി. എന്നിട്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്യുക ഓരോ ഫംഗ്ഷനെയും. അപ്പം നമുക്ക് ആ ഫസ്റ്റ് മെട്രിക്സ് തന്നെ കിട്ടും. നെക്സ്റ്റ് എന്ന് പറയുന്നത് കമ്പ്യൂട്ട് ദ ഡെറിവേറ്റീവ് df/dx ഓഫ് ദ ഫംഗ്ഷൻ f(z) = tan z യൂസിങ് ചെയിൻ റൂൾ. ഹിയർ z = ax + b where a belongs to r e cross d, h belongs to rd, b belongs to re. Then tan h theta is applied to every element of z. Provide the dimension of every partial derivative. ഇവിടെ df/dx ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ എഫിനകത്ത് എന്താ? എഫിനകത്ത് എക്സ് ഉണ്ടോ? ഇല്ല. എഫിനകത്ത് ആരേ ഉള്ളൂ? ഇസഡേ ഉള്ളൂ. ഇസഡിനകത്ത് ആരുണ്ട്? എക്സ് ഉണ്ട്. അപ്പോൾ എന്താ യൂസ് ചെയ്യേണ്ടത്? ചെയിൻ റൂള്. അപ്പോൾ df/dx = ∂f/∂z × ∂z/∂x. ഇനി ഇത് ഓരോന്നും കണ്ടുപിടിക്കുക ചെയ്യേണ്ട. ഇനി f(z) തന്നിട്ടുണ്ട്, tan hz എന്ന് തന്നിട്ടുണ്ട്. tan hz എന്ന് പറയുമ്പോൾ ഇസഡ് എവിടെയാണെന്ന് പറയുന്നുണ്ട്. tan hz എന്ന് പറയുമ്പോൾ ഇസഡ് നമുക്കറിയാം എവിടെ? REയിലാണ് ബിലോങ് ചെയ്യുന്നത്. അതെങ്ങനെ കണ്ടുപിടിക്കുന്നതെന്ന് വെച്ചാൽ സൈഡിൽ എഴുതിയിട്ടുണ്ട്. ഇസഡ് എന്താന്ന് തന്നിട്ടുണ്ട്? AX + B ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ എ എന്ന് പറയുന്ന ഒരു മെട്രിക്സ് നമ്മൾ ജസ്റ്റ് ചുമ്മാ അത് റഫായിട്ട് ചെയ്യാൻ വേണ്ടി ചുമ്മാ ഒരു മെട്രിക്സ് എഴുതിയതാണ്. ആ മെട്രിക്സിൻ്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത് E/D ആണ്. അത് നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട്. A belongs to RE/D എന്ന് തന്നിട്ടുണ്ട്. ഇനിയും അടുത്ത എന്തുവാ പറയുന്നത്? ഈ ഒരു AX എന്ന് പറയുന്നുണ്ടല്ലോ, എക്സ് എന്ന് പറയുന്ന അവിടെ കിടക്കട്ടെ, അതവിടെ നിൽക്കട്ടെ. എ എന്ന് പറയുന്ന മെട്രിക്സ് എന്തുവാ? E/D. ഇനി എക്സ് നോക്കുക. എക്സ് എന്ന് പറയുമ്പോൾ എക്സ് ബിലോങ്സ് ടു എന്തെന്ന് കൊടുത്തിട്ടുണ്ട്? RD എന്ന് കൊടുത്തിട്ടുണ്ട്. RD എന്ന് പറയുന്നത് എന്താ? RD എന്ന് മാത്രമേ ഉള്ളെങ്കിൽ അതെന്താ? കോളം വെക്ടർ. അതായത് RD എന്ന് പറയുമ്പോൾ D/1 ആണ് അതിൻ്റെ ഡയമെൻഷൻ. അപ്പോൾ E/Dയും D/1, അതായത് A × X എന്ന് പറയുമ്പോൾ E/D × D/1 ആണ്. അപ്പോൾ E/D എന്ന് പറയുന്ന ഒരു മെട്രിക്സ്, D/1 എന്നുള്ള ഒരു മെട്രിക്സും കൂടെ
മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തുവാ കിട്ടുന്നത്? E/1 എന്നല്ലേ കിട്ടുന്നത്. അപ്പോൾ E/1 എന്ന് നമുക്കൊരു മെട്രിക്സ് കിട്ടും. അതിനെ എന്തിനോട് ആഡ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്? ബിയോട് ആഡ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ബിയുടെ ഡയമെൻഷനും എന്താ കൊടുത്തിരിക്കുന്നത്? E ആണ് കൊടുത്തിരിക്കുന്നത്. അതായത് E/1. രണ്ട് മെട്രിക്സ് സെയിം ഓർഡർ ആണെങ്കിലേ ആഡ് ചെയ്യാനൊക്കത്തുള്ളൂ. അപ്പോൾ അതിൻ്റെ ഫൈനൽ മെട്രിക്സിൻ്റെ ഡയമെൻഷൻ എന്തായിരിക്കും? E/1 ആയിരിക്കും. അതുകൊണ്ടാണ് Z ബിലോങ്സ് ടു RE. ആ റഫ് കാൽക്കുലേഷൻ എഴുതേണ്ട ആവശ്യമില്ല. Z ബിലോങ്സ് ടു RE ആണ്. അപ്പം Z ബിലോങ്സ് ടു RE. Z ബിലോങ്സ് ടു RE എന്ന് പറയുമ്പോൾ എന്താ? ഈ റോസ് ആണ്. അപ്പോൾ tan h Z1 tan h Z2 അങ്ങനെ ZE വരെ എഴുതുക. ഇനി നമ്മുടെ ചെയിൻ റൂളിലുള്ള ഫസ്റ്റ് ടൈം എന്താ? ഡോ എഫ് ബൈ ഡോ Z കണ്ടുപിടിക്കണം. ഡോ എഫ് ബൈ ഡോ Z കണ്ടുപിടിക്കുമ്പോൾ ഓൾറെഡി പറഞ്ഞെന്താ? ഈ റോസാ ഉള്ളതെന്ന് പറഞ്ഞു. നമ്മൾ ഇസഡ് എത്ര എണ്ണം അറിയില്ല ബിലോങ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. ഫംഗ്ഷനും എത്ര എണ്ണം ഉണ്ട്? tan h Z1 tan h Z2 ZE വരെ ഉണ്ട്. അപ്പോൾ ഫംഗ്ഷൻ എന്തുണ്ട്? E ഉണ്ട്. അപ്പോൾ ഒരു E/E മെട്രിക്സ് ജാക്കോബിയൻ മെട്രിക്സ് എഴുതി വെക്കുക. എഴുതി വെച്ച് കഴിഞ്ഞിട്ട് എന്തുവാ നമ്മളിത് ശ്രദ്ധിക്കുമ്പോൾ ഇതൊന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും. നമുക്കറിയാം F1 എന്ന് വെച്ചാൽ tan h Z1. അതായത് F1 എന്ന് പറയുമ്പോൾ അതിനകത്ത് Z1 മാത്രമേ ഉള്ളൂ. F2 എന്ന് പറയുമ്പോൾ അതിനകത്ത് Z2 മാത്രമേ ഉള്ളൂ. അപ്പം നമുക്കിവിടെ ഡയഗണൽ എലമെൻറ്റ്സ് മാത്രമേ വരത്തുള്ളൂ. അതായത് ഡോ F1 ബൈ ഡോ Z1 ചെയ്യണമെങ്കിൽ എന്താ? tan h Z1 വിത്ത് റെസ്പെക്ട് ടു Z1. അപ്പം നമുക്ക് എന്ത് വരും? tan h Z1 ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ എന്ത് വരും? sec h² Z1. അത് പഠിച്ചു വെച്ചേക്കണം. tan h Z ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പം sec h² Z1. അതേപോലെ തന്നെ tan h Z2 വിത്ത് റെസ്പെക്ട് ടു Z2 ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ sec h² Z2. അതായത് ഡയഗണൽ എലമെൻറ്റ്സ് മാത്രമേ ഇവിടെ വരത്തുള്ളൂ. അതായത് നമുക്ക് ഡോ F1 ബൈ ഡോ Z2 എടുക്കുകയാണെങ്കിൽ ഡോ F1 എന്തുവാ? tan h Z1 വിത്ത് റെസ്പെക്ട് ടു Z2 ഡിഫറൻഷ്യേറ്റ് ചെയ്യാനൊക്കെ ഇല്ല. കാരണം അതിനകത്ത് എന്തില്ല? Z2 ഇല്ല. അതായത് ഡയഗണൽ എലമെൻറ്റ്സ് മാത്രം വരും, ബാക്കിയുള്ളതെല്ലാം 0 ആവും. ഇനി നെക്സ്റ്റ് എന്ന് പറയുമ്പോൾ അതായത് നമുക്കിപ്പം കിട്ടിയത് ഏതാ? ഡോ എഫ് ബൈ ഡോ Z. ഇനി ഡോ Z ബൈ ഡോ X കണ്ടുപിടിക്കണം. ഡോ Z ബൈ ഡോ X കണ്ടുപിടിക്കാൻ Z എന്തുവാ? X പ്ലസ് ബി. അപ്പോൾ വിത്ത് റെസ്പെക്ട് ടു X ചെയ്യുമ്പോൾ എന്ത് കിട്ടും? A കിട്ടും. A ബിലോങ്സ് ടു RE/D ആണെന്ന് ഓൾറെഡി പറയുന്നുണ്ട്. അപ്പം അത് രണ്ടും കൂടെ എന്താ? അപ്പോൾ DF ബൈ DX RE/D ആണെന്ന് എങ്ങനെയാണ് പറഞ്ഞത്? ഡോ എഫ് ബൈ ഡോ Z എന്തുവാ? RE/E ആണ്. ഡോ എഫ് ബൈ ഡോ Z എന്ന് പറയുന്നത് ഡോ എഫ് ബൈ ഡോ Z എന്ന് പറയുന്നത് E/E കിടക്കുന്നത്. പിന്നെന്തുവാ? ഡോ Z ബൈ ഡോ X എന്തുവാ? RE/D ആണ്. അപ്പം അത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുന്ന മെട്രിക്സിൻ്റെ ഡയമെൻഷൻ എന്തായിരിക്കും? E/D തന്നെ ആയിരിക്കുമല്ലോ. അപ്പോൾ DF ബൈ DX E/D ഇല്ല. എന്നിട്ട് ആ കിട്ടിയ രണ്ട് ഉത്തരങ്ങൾ, അതായത് ഈ ഒരു മെട്രിക്സ് ഡോ എഫ് ബൈ ഡോ Z പിന്നെന്താ ഡോ Z ബൈ ഡോ X എയും കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് ജസ്റ്റ് എഴുതി വെച്ചാൽ മതി. ഇനി ഇതേ രീതിയിൽ തന്നെ അഞ്ചാമത്തെ ക്വസ്റ്റ്യനും അത് ഹോംവർക്കായിരുന്നു. ഒറ്റ വ്യത്യാസമേ ഉള്ളൂ. tan h പകരം sin z ആണ് തന്നിരിക്കുന്നത്. sin z ഡെറിവേറ്റീവ് എന്താ? cos z. അത് മാത്രമേ ചേഞ്ച് വരുന്നുള്ളൂ. പിന്നെ നെക്സ്റ്റ് എന്ന് പറയുമ്പോൾ കമ്പ്യൂട്ട് ദ ഡെറിവേറ്റീവ് DF ബൈ DX ഓഫ് ദ ഫംഗ്ഷൻ f of z equal to log 1 plus z by using the chain rule. Provide the dimension of every single partial derivative z equal to x transpose x. X belongs to RD. ഇവിടെയും പാർഷ്യൽ ഡെറിവേറ്റീവ്. അപ്പോൾ DF ബൈ DX എന്ന് പറയുന്നത് എന്തായിരിക്കും? ഡോ എഫ് ബൈ ഡോ Z ഇൻറ്റു ഡോ Z ബൈ ഡോ X. Z എന്താണെന്ന് തന്നിട്ടുണ്ട്? X ട്രാൻസ്പോസ് X ആണെന്ന് നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട്. X ട്രാൻസ്പോസ് X ആണെന്ന് തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം. X എന്ന് പറയുന്നത് എന്തോ ഒരു കോളം വെക്ടർ H1 H2 അപ് ടു X എവിടെയാണെന്ന് പറഞ്ഞിരിക്കുന്നത്? RD. അപ്പോൾ എത്ര റോ വരും? D റോ വരും. അപ്പോൾ H1 H2 HD വരെ. ഇനി എന്താ നമ്മുടെ തന്നിരിക്കുന്ന വെക്ടർ കോളം വെക്ടർ ആണെങ്കിൽ അതിൻ്റെ ട്രാൻസ്പോസ് എന്തായിരിക്കും? റോ ആയിരിക്കും. അപ്പോൾ H1 H2 HD ട്രാൻസ്പോസ് എന്ന് പറഞ്ഞിരിക്കുന്നത് കൊടുത്താൽ അതിൻ്റെ ഡയമെൻഷൻ എല്ലാത്തിൻ്റെയും കൊടുക്കണം. കാരണം ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട് പ്രൊവൈഡ് ദ ഡയമെൻഷൻ എന്ന് പറയുന്നതുകൊണ്ട് തന്നെ എല്ലാത്തിൻ്റെയും ഡയമെൻഷൻ ഇട്ട് കൊടുക്കുന്നു. ഇനി അതിനെ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുന്നു. മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ H1² പ്ലസ് H2² അപ് ടു HD² വരും. അതെന്ന് പറയുന്ന ഒറ്റ എലമെൻറ്റാണ്. അപ്പോൾ Z ബിലോങ്സ് ടു എന്ന് പറയാം R1/1 ആണ് ഇസഡിൻ്റെ ഡയമെൻഷൻ എന്ന് പറഞ്ഞു. ഇനി സെപ്പറേറ്റ് അടുത്തത് നമ്മളിപ്പം ഇസഡ് ജസ്റ്റ് എഴുതി വെച്ചതേ ഉള്ളൂ. ഇനി എന്ത് കണ്ടുപിടിക്കണം? ഡോ Z ബൈ ഡോ X കണ്ടുപിടിക്കണം. ഡോ എഫ് ബൈ ഡോ Z കണ്ടുപിടിക്കണം. ഡോ Z ബൈ ഡോ X എങ്ങനെ എഴുതാം? Z കണ്ടുപിടിച്ച് വെച്ചു. അപ്പോൾ ഡോ Z ബൈ ഡോ X1 ഡോ Z ബൈ ഡോ X2 അപ് ടു ഡോ Z ബൈ ഡോ XD. അപ്പോൾ ആ ഇസഡിനെ എന്ത് ചെയ്യണം? ആ ഒരു ഫുൾ ഇസഡിനെ, അതായത് H1² പ്ലസ് H2² പ്ലസ് അപ് ടു HD²നെ H1 കൊണ്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ എന്ത് വരും? 2H. അതുപോലെ തന്നെ H2 കൊണ്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ എന്താ? 2H2 വരും. ബാക്കിയുള്ള H1 H3 ഒക്കെ എന്താ? 0 ആവും. അങ്ങനെ വരുമ്പം ലാസ്റ്റ് ടേം എന്താ? 2HD.
അതായത് 2 കോമൺ എടുത്തു കഴിഞ്ഞാൽ ബാക്കി എന്തോ വരുന്നത് H1 H2 H3 വരും. അതെന്തുവാ H ട്രാൻസ്പോസ്. അപ്പോൾ 2H ട്രാൻസ്പോസ് എന്ന് കൊടുക്കുക. പിന്നെ ഡോട്ട് ബൈ ഡോ ഇസഡ് സാധാരണ രീതി കണ്ടുപിടിച്ചാൽ മതി. ഡോട്ട് ബൈ ഡോ ഇസഡ് എന്ന് പറയുമ്പോൾ എഫ് എന്തുവാ ലോഗ് 1+z. അപ്പം ഡോട്ട് ബൈ ഡോ ഇസഡ് എന്താ 1/1+z. അത് ചേർത്ത് എഴുതുക. അപ്പോൾ ഫൈനൽ ഡയമെൻഷൻ ഇട്ട് കൊടുക്കുക 1/d എന്നുള്ളത്. ഇനി നെക്സ്റ്റ് എന്ന് പറയുമ്പം ഇതേ സെയിം രീതിയിൽ തന്നെ ചെറിയൊരു വ്യത്യാസമേ ഉള്ളൂ. എൽ എന്ന് പറയുന്നത് ഇവിടെ നോം (AX-B)² തന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ തരുമ്പോൾ ഈ AX-Bനെ എന്തായിട്ട് അങ്ങ് എടുക്കുക, ആയിട്ട് അങ്ങ് എടുക്കുക. ആ AX-Bനെ മൊത്തത്തിൽ ആയിട്ട് അങ്ങ് എടുക്കുക. നോം E² എന്ന് പറയുന്നത് എന്താ, ട്രാൻസ്പോസ് ചെയ്യാം. നമ്മൾ വെക്ടറിനകത്ത് മൊഡ്യൂൾ 2-നകത്ത് പഠിച്ചതാണ്. നോം E² എന്ന് പറയുന്നത് ട്രാൻസ്പോസ് ചെയ്യാന്ന്. ആ ഒരു റിസൾട്ട് വെച്ചിട്ട് അങ്ങ് ചെയ്യുക. അതായത് എന്ന് പറയുന്നത് AX-Bനെ ആയിട്ട് എടുത്തു. അപ്പം എങ്ങനെ വരും, നോം E² ട്രാൻസ്പോസ് വന്നു. ട്രാൻസ്പോസ് കിട്ടിക്കഴിഞ്ഞാൽ നേരത്തെ ഇതുപോലെ തന്നെ കോളം വെക്ടർ റോ വെക്ടർ എഴുതി മൾട്ടിപ്ലൈ ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്തു, അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്തു. അപ്പോൾ 2E1 2E2 2En വന്നു. കോമൺ എടുക്കുമ്പോൾ 2E ട്രാൻസ്പോസ് വരും. പിന്നെ ഡോ ഇ ബൈ ഡോ എച്ച് കണ്ടുപിടിക്കുമ്പോൾ എന്ത് വരും, എ വരും. എന്നിട്ട് അവസാനം ഫൈനലി അത് ചേർത്ത് എഴുതി കഴിഞ്ഞിട്ട് ഫൈനലി എന്താ ഈയുടെ ശരിക്കുള്ള വാല്യൂ എന്തായിരുന്നു, AX-B ആയിരുന്നു. ആ ഒരു AX-B ഫൈനലി ഇട്ട് കൊടുത്താൽ മതി. ഇനി ഇതും find the Jacobian of f of h y equal to h transpose y. h y belongs to r raised n. അപ്പോൾ f of h y equal to h transpose y എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ h എന്തുവാ, h1 h2 hn വരെ. h ട്രാൻസ്പോസ് അറിയാലോ, h1 h2 hn. y എന്ന് പറയുമ്പോൾ എന്താ y1 y2 yn. എന്നിട്ട് അതിനെ തമ്മിൽ മാട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ എങ്ങനെ വരും, h1 × y1 + h2 × y2 + അങ്ങനെ പോകും. അപ്പോൾ ജക്കോബിയൻ എന്ന് പറയുമ്പോൾ എന്താ, പാർഷ്യൽ ഡിഫറൻസിയേഷൻ. അപ്പം പാർഷ്യൽ എന്താ ഡെറിവേറ്റീവ് എഴുതുക. അതായത് എഫ് ഓഫ് എച്ച് വൈ എന്ന് പറയുമ്പോൾ ഏതൊക്കെ വരും, ഡോ എഫ് വിത്ത് റെസ്പെക്ട് ടു ഡോ എക്സും വരും, ഡോ എഫ് ബൈ ഡോ വൈയും വരും. കാരണം 2 വേരിയബിൾ ഉള്ളൂ എക്സും വൈ. അപ്പോൾ ആ 2 പാർഷ്യൽ ഡെറിവേറ്റീവ് വരത്തുള്ളൂ. അപ്പോൾ ഡോ എഫ് ബൈ ഡോ എക്സ് എങ്ങനെ കണ്ടുപിടിക്കും, എക്സ് എത്ര എണ്ണം ഉണ്ട്, h1 h2 hn വരെ ഉണ്ട്. അപ്പോൾ ഡോ എഫ് ബൈ ഡോ h1 ഡോ എഫ് ബൈ ഡോ h2 അപ് ടു ഡോ എഫ് ബൈ ഡോ എക്സ്. അതായത് ആ തന്നിരിക്കുന്ന നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ടല്ലോ എഫ് h1 y1 + h2 y2. അതിനെ മൊത്തം എക്സും കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എന്താ, y കോൺസ്റ്റൻ്റ് ആണല്ലോ. അപ്പോൾ y1 വരും. അപ്പോൾ ആ h1 y1 + h2 y2 + അപ് ടു hn yn h1 കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ഏത് ടേമേ ഉള്ളൂ, h1 y1 എടുക്കാനൊക്കത്തുള്ളൂ. ബാക്കി എല്ലാം 0 ആവും. അപ്പോൾ h1 y1 എടുക്കുമ്പോൾ എങ്ങനെ, y1 കോൺസ്റ്റൻ്റ്, h1 ഡിഫറൻസിയേഷൻ എന്തോ 1. അപ്പം y1 വരും. അങ്ങനെ y1 y2 yn വരും. അതേപോലെ തന്നെ ഡോ എഫ് ബൈ ഡോ എടുക്കുമ്പോൾ എന്താ, ഡോ എഫ് ബൈ ഡോ എടുക്കുമ്പോൾ എച്ച് കോൺസ്റ്റൻ്റാണ്, വൈ എല്ലാം എന്താ 1. അപ്പോൾ h1 h2 hn വരും. അതെന്ന് പറയുന്നത് എന്താ, y ട്രാൻസ്പോസ് h ട്രാൻസ്പോസ്. അപ്പോൾ ഫൈനലി ആ ഇത് മെട്രിക്സിനകത്ത് അപ്പം മെട്രിക്സ് വരും. അതായത് എഫ് ഓഫ് എച്ച് വൈ എന്ന് പറയുന്നത് എന്താ, ഡോ എഫ് ബൈ ഡോ എച്ച് ഡോ എഫ് ബൈ ഡോ ആ 2 മെട്രിക്സ് എഴുതിയിട്ട് y ട്രാൻസ്പോസ് × h ട്രാൻസ്പോസ് എന്ന് എഴുതിയാൽ മതി. ഇതോടെ നമ്മുടെ ഫസ്റ്റ് പാർട്ട് തീർന്നു. ഇനി സെക്കൻഡ് പാർട്ട് കൂടെ അങ്ങ് പറഞ്ഞു പോവാം, കുറച്ചുകൂടെ ഉള്ളൂ. ഫസ്റ്റ് ഇനി നമ്മൾ പറയുന്നത് നമ്മുടെ ആ ഒരു മെഷീൻ ലേണിങ്ങിനെ ബന്ധപ്പെട്ടാണ് പറഞ്ഞാൽ. അത് ജസ്റ്റ് അറിഞ്ഞിരിക്കാനുള്ള ന്യൂറൽ നെറ്റ്വർക്ക് എന്താണ്. ന്യൂറൽ നെറ്റ്വർക്ക് എന്ന് പറയുമ്പോൾ ഒരു ക്ലാസിഫിക്കേഷൻ അൽഗോരിതം. ഇനി ഇതിനകത്ത് ന്യൂറൽ നെറ്റ്വർക്കിനകത്ത് 2 സ്റ്റെപ്സ് ചെയ്യുന്നുണ്ട്, ഫീഡ് ഫോർവേഡും ബാക്ക് പ്രൊപ്പഗേഷൻ. ഫീഡ് ഫോർവേഡ് എന്ന് പറയുമ്പോൾ നമ്മൾ ആ ഒരു പ്രോസസ്സ് എന്തുവാ ചെയ്യുക, ആ ഒരു പ്രോസസ്സ് ചെയ്യുക. അത് കഴിഞ്ഞ് എന്തെങ്കിലും എറർ വരുവാണെങ്കിൽ തിരിച്ച് അതേ പ്രോസസ്സ് തന്നെ എന്ത് ചെയ്യും, പുറകിലോട്ട് ചെയ്തു തരും. അത്രയും മനസ്സിലാക്കി വെക്കുക. പിന്നെ ഇത് പഠിക്കണം, ആപ്ലിക്കേഷൻ ഓഫ് സിഗ്മോയിഡ് ഫംഗ്ഷൻ. അത് ചിലപ്പം തിയറി ചോദിക്കാം. 2 ആപ്ലിക്കേഷനുണ്ട്. ആക്ടിവേഷൻ ഫംഗ്ഷനായിട്ട് ന്യൂറൽ നെറ്റ്വർക്ക് യൂസ് ചെയ്യും, പിന്നെ റിഗ്രഷൻ മോഡലിൽ യൂസ് ചെയ്യും. ഇനി മാക്സിമം ആൻഡ് മിനിമം ആ ഒരു സ്റ്റെപ്സ് പഠിച്ചു വെച്ചാൽ മതി. ഫസ്റ്റ് ഒരു ഫംഗ്ഷനുണ്ട്, പി ക്യു ആർ എസ് ടി കണ്ടുപിടിക്കാൻ പഠിക്കണം. പി എന്താ, ഡോ എഫ് ബൈ ഡോ എക്സ്, ക്യു എന്താ, ഡോ എഫ് ബൈ ഡോ വൈ, ആർ എന്താ, ഡോ സ്ക്വയർ എഫ് ബൈ ഡോ സ്ക്വയർ, എസ് ഡോ സ്ക്വയർ എഫ് ബൈ ഡോ എക്സ് ഡോ വൈ, ടി എന്താ, ഡോ സ്ക്വയർ എഫ് ബൈ ഡോ വൈ സ്ക്വയർ. എന്നിട്ട് ക്രിട്ടിക്കൽ പോയിന്റ് കണ്ടുപിടിക്കണം. എങ്ങനെ, പിന്നെയും ക്യൂവിനെയും 0 ഇക്വേറ്റ് ചെയ്യുക. എന്നിട്ട് ആർ ടി മൈനസ് എസ് സ്ക്വയർ ഓരോ ക്രിട്ടിക്കൽ പോയിന്റിലും കണ്ടുപിടിക്കണം. എന്നിട്ട് ആർ ടി മൈനസ് എസ് സ്ക്വയർ ആറും >0 ആണെങ്കിൽ ക്രിട്ടിക്കൽ പോയിന്റ് മിനിമം, ആർ ടി മൈനസ് എസ് സ്ക്വയർ >0 6 ലെസ് ദാൻ ആണെങ്കിൽ ക്രിട്ടിക്കൽ പോയിന്റ് മാക്സിമം, ആർ ടി മൈനസ് എസ് സ്ക്വയർ ലെസ് ദാൻ 0 ആണെങ്കിൽ സാഡിൽ പോയിന്റും, ആർ ടി മൈനസ് എസ് സ്ക്വയർ ഈക്വൽ ടു 0 ആണെങ്കിൽ അത് ഇൻകൺക്ലൂസീവും ആയിരിക്കും. ഇനി അതിൻ്റെ ക്വസ്റ്റ്യൻസ്. ഫസ്റ്റ് എന്താ, ഫംഗ്ഷൻ എഴുതുക, പിയും ക്യൂവും ആറും എസും ടിയും കണ്ടുപിടിക്കുക. പിയും ക്യൂ = 0 കൊടുക്കുമ്പോൾ ഇവിടെ പി 0 കൊടുത്തു, ക്യൂവും 0 കൊടുത്തു.
പി കൊടുക്കുമ്പോൾ ഒത്തിരി വേരിയബിൾസ് ഉണ്ട്, സോൾവ് ചെയ്യാൻ പാടാം. അപ്പോൾ ക്യൂ ഇട്ട് കൊടുക്കുമ്പോൾ എന്താ, വൈനെ നമ്മൾ കോമൺ എടുത്തു. വൈനെ കോമൺ എടുക്കുമ്പോൾ വൈക്ക് 0 വരും, 6x - 30 = 0 വരും. അപ്പോൾ y = 0, x = 5 കിട്ടും. എന്നിട്ട് ആ y = 0, x = 5 എന്ന് കിട്ടിയ സാധനം എവിടെ ഇട്ട് കൊടുക്കണം, പിയിൽ ഇട്ട് കൊടുക്കണം. അപ്പോൾ ആ ഒരു y = 0 ഇട്ട് കൊടുക്കുമ്പം നമുക്കാണെങ്കിൽ എന്ത് വരും, എക്സിൻ്റെ വാല്യൂ 6ഉം 4ഉം കിട്ടും. അപ്പോൾ 2 പോയിന്റ് കിട്ടും, 6 0 4 0. അതേപോലെ തന്നെ 5 ഇട്ട് കൊടുക്കുക പിക്ക്, അത് അപ്പോൾ 2 പോയിന്റ് കിട്ടും. ഈ പോയിന്റ് എല്ലാം വെച്ചിട്ട് നമ്മൾ RT - S² കണ്ടുപിടിച്ചു. എന്നിട്ട് ഈ ക്രിട്ടിക്കൽ പോയിന്റ് ഇട്ട് കൊടുത്തിട്ട് എന്താ ഗ്രേറ്റർ ദാൻ ആണോ ലെസ് ദാൻ ആണോ വരുന്നത് നോക്കിയിട്ട് മാക്സിമം ഏതാ മിനിമം ഏതാ നോക്കിയിട്ട് ഫൈനലി എന്ത് ചെയ്യണം, മാക്സിമം വാല്യൂ കണ്ടുപിടിക്കണം. അതായത് ഏതാണോ മാക്സിമം പോയിന്റ് ആ പോയിന്റ് എവിടെ ഇട്ട് കൊടുക്കണം, ക്വസ്റ്റ്യനകത്തുള്ള f(x, y) ഇട്ട് കൊടുക്കണം. മിനിമം ആണെങ്കിൽ മിനിമം പോയിന്റ് f(x, y) ഇട്ട് കൊടുക്കണം. ഇതേപോലെ തന്നെ നെക്സ്റ്റും ഇവിടെയും എന്താ ക്രിട്ടിക്കൽ പോയിന്റ് കണ്ടുപിടിക്കാൻ എന്താ p = 0 എന്ന് പറഞ്ഞാൽ ഇവിടെ ഡയറക്റ്റ് p = 0 ചെയ്യാൻ ഒക്കുന്നുണ്ട്. അപ്പോൾ x = +or-1 വരും, q = 0 കൊടുക്കുമ്പോൾ +or-2 വരും. അപ്പോൾ ടോട്ടൽ 4 കോമ്പിനേഷൻ വരും. 1 2 വരും, -1 2 വരും, 1 - 2 വരും, പിന്നെ -1 - 2 വരും. അങ്ങനെ 4 പോയിന്റ് വരും. ബാക്കിയെല്ലാം അതേപോലെ തന്നെ ചെയ്താൽ മതി. പിന്നെ നെക്സ്റ്റ് എന്ന് പറയുമ്പോൾ ലോക്കൽ ലീനിയർ അപ്രോക്സിമേഷനാണ്. ലോക്കൽ ലീനിയർ അപ്രോക്സിമേഷൻ എന്ന് പറയുമ്പം അതിൻ്റെ ഇക്വേഷൻ പഠിച്ചു വെക്കുക. നമുക്ക് 2 വേരിയബിൾ f(x, y) ആണെങ്കിൽ L(x, y) = ഒരു പോയിന്റ് കാണും. അപ്പോൾ f(x0, y0) പ്ലസ് f(x, y0). fx എന്ന് പറയുമ്പോൾ എന്താ, പാർഷ്യൽ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു x ഇൻറ്റു x - h0 പ്ലസ് fi h0 y0 ഇൻറ്റു y - y0. ഒന്നുമില്ല, ഫംഗ്ഷൻ എടുക്കുക. ഫംഗ്ഷൻ എടുത്ത് കഴിഞ്ഞിട്ട് fx fy കണ്ടുപിടിക്കുക. തന്നിരിക്കുന്ന പോയിന്റ് ഇവിടെ 0 0 0 0 ഇട്ട് കൊടുക്കുക. നമ്മളൊരു അതിന് ടൈലർ സീരീസിൻ്റെ പോലെയാണ്, ഇക്വേഷൻ പഠിച്ചാൽ ചെയ്യാൻ നോക്കും. സെയിം സാധനം അല്ല, പക്ഷേ ഇക്വേഷൻ പഠിച്ചു കഴിഞ്ഞാൽ അതേപോലെ തന്നെ ഡെറിവേറ്റീവ് എടുക്കുക, പോയിന്റ് കൊടുക്കുക, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ആൻസർ കിട്ടും. പിന്നെ 3 വേരിയബിൾസ് വരുമ്പോൾ എങ്ങനെ ആയിരിക്കും ഇപ്പോൾ വരുന്നത്, f(x0, y0, z0), പിന്നെ fx വരും, fy വരും, fzഉം കൂടെ വരും. ആ ഒരു വ്യത്യാസമേ ഉള്ളൂ. പിന്നെ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ലോക്കൽ ലീനിയർ അപ്രോക്സിമേഷൻ ചെയ്തിട്ട് അതിനെ എസ്റ്റിമേറ്റ് ചെയ്യാനെന്ന് പറയും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ലോക്കൽ ലീനിയർ അപ്രോക്സിമേഷൻ ആദ്യം കണ്ടുപിടിച്ച് കഴിഞ്ഞിട്ട് ആൻഡ് ദെൻ യൂസ് യുവർ ആൻസർ ടു എസ്റ്റിമേറ്റ് 0.001 π. അതായത് ഇത്രേ ഉള്ളൂ. നമ്മൾ കണ്ടുപിടിക്കുന്നത് എന്തുവാ, L(x, y) അപ്പം നമുക്ക് എന്ത് കിട്ടും, ഇവിടെ L(x, y) എത്ര കിട്ടും, 2 - x - 3y + 3π. അപ്പോൾ ഈ എക്സിൻ്റെ വൈയുടെ സ്ഥാനത്ത് തന്നിരിക്കുന്ന പോയിന്റ് ഇട്ട് കൊടുക്കുക, 0.001 π. അപ്പം നമുക്കൊരു ഉത്തരം കിട്ടും. അതാണ് എസ്റ്റിമേറ്റ് ചെയ്യുക എന്ന് പറയുന്നത്. പിന്നെ നെക്സ്റ്റ് എന്ന് പറയുമ്പോൾ ഓട്ടോമാറ്റിക് ഡിഫറൻസിയേഷൻ ആൻഡ് ബാക്ക് പ്രൊപ്പഗേഷൻ. ഓട്ടോ ഡിഫ് സിസ്റ്റം വിൽ കൺവേർട്ട് ദ പ്രോഗ്രാം ഇൻ സീക്വൻസ് ഓഫ് പ്രിമിറ്റീവ് ഓപ്പറേഷൻ വിച്ച് ആർ സ്പെസിഫൈഡ് റൂട്ടീൻസ് ഫോർ കമ്പ്യൂട്ടിംഗ് ഡെറിവേറ്റീവ്. അതായത് നമ്മളാണെങ്കിൽ ഒരു പ്രിമിറ്റീവ് ഓപ്പറേഷൻ്റെ സീക്വൻസ് ആയിട്ട് ജസ്റ്റ് എന്താ പറയുക, വേറെ വേരിയബിൾസ് ആയിട്ട് അതൊന്ന് കാണിക്കുക ചെയ്യുന്നത്, അത്രേ ഉള്ളൂ. അതിൻ്റെ ക്വസ്റ്റ്യൻ പറയാം. ഡിഫറൻഷിയേറ്റ് ദ ഫോളോയിങ് ഫംഗ്ഷൻസ് ബൈ ഓട്ടോമാറ്റിക് ഡിഫറൻസിയേഷൻ ടെക്നിക്. ഒരു f(x) = ഒരു ഫംഗ്ഷൻ തന്നിട്ടുണ്ട്, √(x3 + e⁻⁻x3 + cos h3 + e⁻⁻x3. ഇത് നമ്മളാണെങ്കിൽ എങ്ങനെ എടുക്കുന്നത്, അതായത് നമ്മളിങ്ങനെ ഓരോ വേരിയബിൾ ഇട്ട് കൊടുത്ത് ചെയ്യുന്നതേ ഉള്ളൂ. അതായത് ഇവിടെ ഇവിടെ എങ്ങനെ √(x3 + e⁻⁻x3 + cos h3 + e⁻⁻x3. ഇവിടെ ഏറ്റവും സിംപ്ലിഫൈഡ് അല്ലാത്ത ഏതാ, ഏറ്റവും സിംപ്ലിഫൈഡ് ആയിട്ട് കിടക്കുന്ന ഏതാ, x3. അപ്പോൾ x3 a ഇട്ട് കൊടുക്കുക. പിന്നെ e⁻⁻x3 ഉണ്ട്. അപ്പോൾ s3 a ആണെങ്കിൽ എന്ത് വരും, b എന്ത് വരും, e⁻⁻a. പിന്നുള്ളത് എന്തുവാ, x3 + e⁻⁻x3 ഉണ്ട്. x3 എന്തുവാ, a + e⁻⁻x3 എന്താ b, അപ്പോൾ അത് c വരും. പിന്നെ √(x3 + e⁻⁻x3 ഉണ്ട്. അപ്പോൾ അടുത്ത വേരിയബിൾ d കൊടുത്തിട്ട് √c എന്ന് കൊടുക്കുക. പിന്നെ cos h3 + e⁻⁻x3 ഉണ്ട്. അപ്പോൾ cos h3 + e⁻⁻x3 എന്താ, c ആയിരുന്നു. അപ്പം e = cos c. പിന്നെ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും, f കിട്ടും. അങ്ങനെ ആ ഫൈനൽ ഫംഗ്ഷനിൽ എത്തിച്ചേരണം. എന്നിട്ട് അത് ഡിഫറൻഷ്യേറ്റ് ചെയ്തും കാണിക്കാം. അതായത് ∂a/∂x ചെയ്യുക, പിന്നെ ∂b/∂a ചെയ്യുക. അതായത് ആ ഒരു ഏത് വേരിയബിളാണോ നമ്മൾ കൊടുത്തത് അതിനനുസരിച്ച് അത് ഡിഫറൻഷ്യേറ്റ് ചെയ്ത് കാണിക്കുകയും കൂടെ വേണം. ഡിഫറൻഷ്യേറ്റ് ചെയ്തിട്ട് ഇനിയും ബാക്ക് പ്രൊപ്പഗേഷനാണ് പറയാൻ പോകുന്നത്. ബാക്ക് പ്രൊപ്പഗേഷൻ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, നമ്മൾ ഇപ്പോൾ ∂f/∂c ആണ് നമ്മൾ ഫസ്റ്റ് എടുക്കുന്നതെങ്കിൽ ∂f/∂c ബാക്ക് പ്രൊപ്പഗേഷൻ ഇത് ഞാൻ ലാസ്റ്റ് പറയാവേ, ഇതാണ് നിൽക്കുന്നത്. ഒരു ചെറിയൊരു ഡൗട്ട് ഉണ്ട്, അത് കഴിഞ്ഞിട്ട് പറയാം. ഇനി ഹയർ ഓർഡർ ഡെറിവേറ്റീവ് പറയാം. ഹയർ ഓർഡർ ഡെറിവേറ്റീവ് എന്ന് പറയുമ്പോൾ ഹേഷ്യൻ മെട്രിക്സാ. ∂2f/∂x2 വരും, ∂2f/∂x/∂y, ∂2f/∂y/∂x, പിന്നെ ∂2f/∂y2. ഒന്നുമില്ല, പാർഷ്യൽ ഡെറിവേറ്റീവ് എല്ലാം കൂടെ
ഒരു മെട്രിക്സ് ആക്കി എഴുതിയിരിക്കുന്നതേ ഉള്ളൂ. 2/2 ആണെങ്കിൽ എങ്ങനെ വരും? എക്സും വൈയും ഉള്ള വേരിയബിൾസ് ആയിരിക്കും. അപ്പം ഡയഗണലി ആരൊക്കെ വരും? ഡോ സ്ക്വയർ ഓഫ് ബൈ ഡോ എക്സ് സ്ക്വയറും ഡോ സ്ക്വയർ ഓഫ് ബൈ ഡോ വൈ സ്ക്വയറും, മറ്റേ രണ്ടും ഡോ സ്ക്വയർ ഓഫ് ബൈ ഡോ എക്സ് ഡോ വൈ എന്നും വരും. അപ്പോൾ ഒരു ഫംഗ്ഷൻ തന്നു കഴിഞ്ഞാൽ പാർഷ്യൽ ഡെറിവേറ്റീവ് എടുക്കുക, ആ ഒരു വാല്യൂസ് മെട്രിക്സ് ആക്കി എഴുതി കൊടുക്കുക. പിന്നെ 3/3 വരുന്ന കേസുണ്ട്. അപ്പോൾ എങ്ങനെ വരും? ഡയഗണലി മുഴുവൻ ഡോ സ്ക്വയർ ഓഫ് ബൈ ഡോ എക്സ് സ്ക്വയർ, ഡോ സ്ക്വയർ ഓഫ് ബൈ ഡോ വൈ സ്ക്വയർ, ഡോ സ്ക്വയർ ഓഫ് ബൈ ഡോ ഇസഡ് സ്ക്വയർ, പിന്നെ കറസ്പോണ്ടിങ് ആയിട്ട് ഡോ എക്സ് ഡോ വൈ ഡോ എക്സ്. ഇപ്പോൾ ഫസ്റ്റ് റോ ആണെങ്കിൽ അവിടെ എന്തായിരിക്കും? ഡോ സ്ക്വയർ ഓഫ് ബൈ ഡോ എക്സ് ഫസ്റ്റ് റോ സെക്കൻഡ് കോളം ആണെങ്കിൽ എങ്ങനെയാ? ഫസ്റ്റ് വേരിയബിൾ ആരാ? എക്സ്. അപ്പം ഡോ സ്ക്വയർ ഓഫ് ബൈ ഡോ എക്സ്. സെക്കൻഡ് വേരിയബിൾ ഏതാ? വൈ. ഫസ്റ്റ് റോ തേർഡ് കോളം ആണെങ്കിൽ എങ്ങനെയാ? മെട്രിക്സ് പോലെ ഫസ്റ്റ് റോ തേർഡ് കോളം ആണെങ്കിൽ ഡോ എക്സ് ഡോ ഇസഡ് വരും. അങ്ങനെ. ഇനി ഹേഷ്യൻ മെട്രിക്സ്, പിന്നെ ചെയിൻ റൂൾ വെച്ചിട്ടുള്ളൊരു കാര്യം പറയുന്നുണ്ട് ഇവിടെ. ചെയിൻ റൂൾ വെച്ചിട്ട് പറയുന്ന d/dx ഓഫ് എഫ് ഓഫ് ജി ഓഫ് എക്സിന് എഫ് ഡാഷ് ജി ഓഫ് എക്സ് ഡോട്ട് ജി ഡാഷ് എക്സ് എന്നും വരാം. അതായത് ഇതെന്ന് പറയുന്നത് ജസ്റ്റ് എന്താ പറയുക, ചെയിൻ റൂൾ നമ്മൾ ഡയറക്റ്റ്ലി നമുക്ക് കണ്ടുപിടിക്കാനറിയാം, പക്ഷെ വേറൊരു ഫോമിലും കൂടെ ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ എഴുതാൻ പറ്റണം. കമ്പ്യൂട്ട് ദ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞുകൊണ്ട് അത്, പിന്നെ റെലു, പിന്നെ ഡിഫറൻസിയേഷൻ. ബാക്കി പിന്നെ ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ പറയാം. ഇത്ര ഒന്ന് നോക്ക്, ഇപ്പം തന്നെ പറയാം. ഇത്രയൊന്ന് നോക്കിക്കഴിഞ്ഞിട്ട് ബാക്കി പറയാം. ബാക്കി ഇനി എപ്പം പഠിപ്പിക്കണം?